ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ അല്പനേരം കർത്താവെ ചിലവിടുമ്പോൾ കർത്താവ് ഞങ്ങളുടെ നടുവിലേക്ക് അപ്പം എഴുന്നള്ളി വരുന്നതിനായി സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയുടെ ദിനം കർത്താവ് സ്വർഗം ഞങ്ങളെ മാനിക്കണമേ, ബലപ്പെടുത്തണമേ. അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുവാൻ, ബലപ്പെടുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. വചനമാകുന്ന വിത്ത് പരിശുദ്ധാത്മാവ് നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ അത് വീണധിക ഫലം കൈ കർത്താവെ കൊയ്യുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമേ. ദൂരത്തും ചാരത്തുമായി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ വലിയ സാന്നിധ്യം കൂടിയിരിക്കണം, ബലപ്പെടുത്തണം, സൂക്ഷിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്തു യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ നേരം കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ, കർത്താവിന്റെ സാന്നിധ്യത്തിന് കീഴിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ കാക്കുന്നതിനോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. അനവധി പ്രതിസന്ധികളുടെയും വെല്ലുവിളികളുടെയും എല്ലാം നടുവിൽ ദൈവസഭ മുന്നേറുകയാണ്. പലവിധമായ ആഭ്യന്തരമായ പല പ്രതിസന്ധികൾ സഭയ്ക്കകത്ത് എഴുന്നേൽക്കുമ്പോഴും കർത്താവിന്റെ കൃപ സ്തോത്രം ബലത്തോടെ നടത്തുന്നതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വിശേഷിച്ച് സ്തോത്രം അനേക ദൈവദാസന്മാർ ലോകത്തിന്റെ പല ഭാഗത്തിരുന്ന് കർത്താവിന്റെ വേലയ്ക്കായി, കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് നിലനിൽക്കുകയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുകയും ചെയ്യുന്നവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകൽ നേരവും ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ സന്നിധിയിൽ അടുത്ത് വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കി തരുന്ന എല്ലാ അവസരങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ ദൈവസഭ മുന്നേറുകയാണ്. സ്തോത്രം. ശക്തമായ എതിർപ്പുകൾ സഭയിൽ നിന്ന് പുറത്തുനിന്ന് സഭയ്ക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നു. പല വിശുദ്ധന്മാരുടെ ജീവിതത്തെ പ്രയാസപ്പെടുത്തുന്ന പല അനുഭവങ്ങളും കടന്നു വരുമ്പോഴും സ്വന്തം അതിലൊന്നും തളർന്നു പോകാതെ കർത്താവ് കൃപ ചെയ്യുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്വന്തം കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടല്ലോ. സ്വന്തം കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഉള്ളതുകയും നമ്മളെ കാക്കുകയും ചെയ്യുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്വന്തം ചില വചനങ്ങൾ നമുക്കിപ്പോൾ നേരം നമുക്ക് ചിന്തിക്കാവുന്നതാണ്. റോമാലേഖനം 8-ാം അധ്യായം. റോമാലേഖനം 8-ാം അധ്യായം. ആമേൻ. സ്തോത്രം. മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം വീണ്ടെടുക്കുവാൻ തക്കവണ്ണം പിതാവ് തന്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചു. പ്രിയപുത്രനാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ മുഴു ലോകത്തിന്റെയും അകൃത്യത്തിന്റെയും പാപത്തിന്റെയും ശാപത്തിന്റെയും സ്തോത്രം ശിക്ഷ പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ മേൽ ചുമത്തി. പാപത്തിന്റെ ശമ്പളം തന്റെ മരണമാകുന്നു. അത് പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ വഹിക്കുകയും പുത്രൻ തകർക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഏകന്റെ ലംഘനത്താൽ അനേകരുടെ അതിക്രമങ്ങൾ മോചിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ മോചിക്കപ്പെട്ട വിശുദ്ധന്മാർ, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട വിശുദ്ധന്മാർ, ദൈവത്തിന്റെ സഭ, ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് അവരെ നടത്തുന്നത് എന്ത്, എങ്ങനെയാണ് അവരെ നടത്തുന്നത്? അതിലുപരിയായിട്ട് സ്തോത്രം ദൈവം അവരിൽ വന്ന് വസിച്ചുകൊണ്ടാണ് ആ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. ആമേൻ. ദൈവം അവരിൽ വന്ന് വസിച്ചുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം സ്തോത്രം അവരെ ശുദ്ധീകരിക്കുകയും വഴി നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. 8-ാം അധ്യായം നമ്മൾ വളരെ സവിസ്തരം നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ സ്തോത്രം ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് രക്ഷിക്കപ്പെടുന്നവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ പകർന്നു. പരിശുദ്ധാത്മാവ് സ്തോത്രം പകരപ്പെട്ട വ്യക്തിയുടെ ആത്മാവിനെ, അകമയുള്ള മനുഷ്യനെ ബലപ്പെടുത്തുകയും പുതുക്കുകയും ചെയ്ത് അവനെ ഒരുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പാപകരമായ സ്വഭാവങ്ങളിൽ നിന്നും പാപകരമായിട്ടുള്ള വഴികളിൽ നിന്നും അവർ മോചിക്കപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സകലത്തിലും അവരെ വഴി നടത്തുന്ന രംഗമാണ് നമ്മൾ അവിടെ കാണുവാൻ ഇടയായിത്തീരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ ശുശ്രൂഷ നമ്മൾ കാണുന്നതാണ് ഈ ഭാഗങ്ങളിൽ. അപ്പോൾ ആത്മാവിനനുസരിച്ച് നടത്താൻ നിങ്ങൾ ജഡത്തിന്റെ പ്രവൃത്തികളെ ചെയ്യുകയില്ല. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ ഒരുവന്റെ ആത്മാവ് അനുസരിച്ച് നടക്കുമ്പോൾ, ജഡത്തെ അനുസരിക്കാതിരിക്കുമ്പോൾ ദൈവാത്മാവിൽ നടത്തപ്പെടുന്ന നിമിത്തം അവൻ ദൈവമക്കളായി തീരുകയാണ്. ദൈവാത്മാവിൽ നടത്തപ്പെടുന്നവർ മാത്രം ദൈവമക്കളായി തീരുകയാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. അനേകർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും അവരുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലം ഒരിക്കലും ഉണ്ടാകത്തില്ല. കാര്യം അവർ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ തയ്യാറാകത്തില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നെങ്കിൽ മാത്രമാ ദൈവരാജ്യത്തിന് അവകാശികളായി തീരുന്നുള്ളൂ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ വളരെ ശക്തമായി പറയുന്ന ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവിനെ ഒരുവൻ അനുസരിച്ച് ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ്
പിതാവിന്റെ ആലോചന വെളിപ്പെടുത്തുമ്പോൾ, പിതാവിന്റെ ഇഷ്ടം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുമ്പോൾ, ആ ആഗ്രഹത്തെ, ആലോചനയെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഒരു കാര്യത്തിൽ പോലും ഒഴിച്ചു നിർത്തുന്നില്ല. എല്ലാ വിഷയത്തിലും പരിശുദ്ധാത്മാവ് ഇടപെടും. എല്ലാ കാര്യത്തിലും, ചെറിയൊരു കാര്യത്തിൽ കൂടെയും പരിശുദ്ധാത്മാവ് ഇടപെടുകയും വഴി നടത്തുകയും ചെയ്യുന്നു. ആ ഓരോ നിസാര കാര്യങ്ങളിൽ വരെയും ദൈവാത്മാവിന്റെ ഗൈഡൻസോടുകൂടെ നടക്കുന്നവർക്ക് മാത്രമാണ് ദൈവ മക്കൾ എന്ന പദവി അർഹിക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് എല്ലാ ചെറിയ കാര്യങ്ങളും ഉണ്ടാകണം. ആമേൻ സഹോദരൻ. നമ്മൾ നടക്കുമ്പോഴും പോകുമ്പോഴും കുളിക്കുമ്പോഴും ബാത്റൂമിൽ ഇരിക്കുമ്പോഴും സഹോദരൻ അയലോകത്തുള്ളവരോട് സംസാരിക്കുമ്പോഴും അടുത്തുള്ളവരോട് സംസാരിക്കുമ്പോഴും വീട്ടിലൊരു കാര്യം പ്രവർത്തിക്കുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് നമ്മൾ ചിന്തിക്കണം. ഈ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കും. ആമേൻ, ഹല്ലേലൂയ. അല്ലാതെ പ്രാർത്ഥനാ നിമിഷത്തിൽ അരമുക്കാൽ മണിക്കൂർ മാത്രം ഇടപെടുന്ന ഒരു ആത്മാവാണ് നിനക്കുണ്ടെങ്കിൽ അത് വളരെ സൂക്ഷിക്കണം. ചിലരെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന നിമിഷം മാത്രം മിണ്ടാതെ പഞ്ചപുച്ഛം അടക്കിയിരുന്ന് സ്തോത്രം പറഞ്ഞിട്ട് അത് കഴിയുമ്പോൾ വീട്ടിൽ കിടന്ന് കലഹം ഉണ്ടാക്കുന്ന സ്വഭാവമുണ്ട്. അവരല്ല, അങ്ങനെയുള്ളതല്ല ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. ഏതു ചെറിയ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസോടുകൂടെ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തോടും സ്തോത്രം ആലോചനയോടും കൂടെ സ്തോത്രം മുമ്പോട്ട് പോകുന്നവർക്ക് മാത്രമേ ദൈവമക്കൾ എന്ന പദവിയിൽ ഇരിക്കുവാൻ കഴിയത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ആ പദവി വെറുതെ ലഭിക്കുന്നതല്ല, ആ തലം വെറുതെ ലഭിക്കുന്നതല്ല, അതിന് വില കൊടുത്തെങ്കിലേ മതിയാകത്തുള്ളൂ. വില കൊടുക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇടപെടുമ്പോൾ സഹോദരൻ നമ്മളോട് ഓരോ കാര്യങ്ങളെ കുറിച്ച് ദൈവാത്മാവിന്റെ ആലോചന അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടെന്ന് വെക്കേണ്ടതായിട്ട് പലതും വരും. നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ദൈവാത്മാവ് നമ്മളോട് പറയുമ്പോൾ സഹോദരൻ നമുക്ക് പ്രിയപ്പെട്ടതും ഇഷ്ടതുമായ പലതും പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് വരുമ്പോൾ നമ്മൾ അത് വിട്ട് അവന്റെ വഴികൾ അനുസരിച്ച് ജീവിക്കേണ്ടതായിട്ട് വരും. ചിലർക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ഗൈഡൻസ് ഇല്ലാതെ അവരെന്ത് ചെയ്യുന്നറിയാമോ? സ്വയമായിട്ട് കുറെ കാര്യങ്ങൾ, ഒരു ചാർട്ട് അവർ തന്നെ ഉണ്ട്, ഒരു പട്ടിക അവർ തന്നെ ഉണ്ടാക്കിയിട്ട് അതിന്റെ അകത്ത് മനസ്സിലാകുന്ന പറ്റുന്ന കാര്യങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും, കുറെ കാര്യങ്ങൾ ചെയ്യത്തില്ല. അങ്ങനെ പട്ടിക ഉണ്ടാക്കി ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. മനസ്സിലാക്കണം, പട്ടിക ഉണ്ടാക്കി ജീവിക്കുകയല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചന അനുസരിച്ച് നടക്കുകയാണ് വേണ്ടത്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ജീവിതത്തിൽ വെക്കുന്ന മാനദണ്ഡം ഒരിക്കലും അടുത്തൊരു വ്യക്തിക്ക് വെക്കണമെന്നില്ല, മറ്റൊരു വ്യക്തിയോട് പറയുന്ന കാര്യം എന്നോട് പറയണമെന്നില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ജീവിതം തകർന്നു പോകാതെ ദൈവാത്മാവിന് മാത്രമാണ് നാം നടക്കുന്ന വഴിയെക്കുറിച്ചുള്ള ആഴമേറിയ ഗ്രാഹ്യമുള്ളൂ. നമ്മളെ നടത്തുന്ന മറ്റാർക്കുമില്ല, പരിശുദ്ധാത്മാവിനേ ഉള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിൽ നടക്കണം എന്ന് പറയണം. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിൽ അനുസരിച്ച് വ്യക്തിപരമായ ജീവിതത്തിൽ നടക്കണം. ആമേൻ. ചിലർ ചിന്തിക്കുന്നത് നടത്തുന്ന ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ഭക്തനാണെങ്കിൽ ഇരിക്കുന്ന വിശ്വാസം സ്വർഗത്തിൽ പോകുന്ന, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ഒരുവൻ പ്രാർത്ഥിക്കുന്നവനുണ്ടെങ്കിൽ ഞാനിപ്പോ എങ്ങനെ നടന്നാലും രണ്ട് ചീത്തയും രണ്ട് ബഹളമൊക്കെ വെച്ചാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചതിയാണ് വിടുന്നത്. കാരണം അവര് വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവുമായിട്ട് ബന്ധമില്ല, വീണ്ടും ജനനത്തിന്റെ അനുഭവമില്ല. വീണ്ടും ജനിക്കാതെ അനേകർ, അല്ലെങ്കിൽ വീണ്ടും ജനിച്ചവരുടെ പുറകിൽ ഇരിപ്പുണ്ട്. ശ്രദ്ധിക്കണം, വീണ്ടും ജനിക്കാത്ത അനേക വ്യക്തികൾ വീണ്ടും ജനനം പ്രാപിച്ചവരുടെ പുറകിൽ ഒളിച്ചിരിക്കുന്ന അനുഭവമുണ്ട്. അത് മാറി വരണം. രക്ഷ വ്യക്തിപരമാണ്. വ്യക്തിപരമായി അധ്വാനിക്കണം, വ്യക്തിപരമായ വേർപാടിൽ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണം, വ്യക്തിപരമായി പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് നിൽക്കണം. ഹല്ലേലൂയ. ചിലരെ സംബന്ധിച്ച് അറിയത്തില്ല കാര്യം അവർ വീട്ടിൽ ജനിച്ചിട്ടില്ല, അവർക്ക് ഈ പറയുന്ന കാര്യം മനസ്സിലാകുന്നില്ല. ഞാനൊരു കാര്യം പറയാം, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിത് മനസ്സിലാകുന്നില്ല, ഇത് ഗ്രഹിക്കാൻ പറ്റുന്നില്ലെന്ന് ഒരു വ്യക്തി പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അത് ഗ്രഹിക്കാൻ കഴിയാതെ വണ്ണം ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഗ്രഹിക്കത്തില്ല. രണ്ട്, വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിൽ സാധിക്കത്തില്ല. സ്നാനപ്പെട്ടോ എന്നല്ല ചോദിച്ചത്, വീണ്ടും ജനനം നടക്കണം. ആമേൻ. സ്നാനപ്പെടുന്നത് വിശ്വാസ പാപം ഏറ്റു പറഞ്ഞ് യേശുക്രിസ്തു ചേരുവാൻ സ്നാനമേറ്റു കഴിഞ്ഞാൽ സ്നാനമേറ്റവരാകുന്ന നാം ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ മരണത്തോട് പങ്കാളികളാകുവാൻ നാം സ്നാനമേറ്റിരിക്കുമെന്ന് നാം അറിയുന്നു. അപ്പോൾ തന്നെ ആത്മാവിൽ വീണ്ടും ജനനം സംഭവിക്കണം. ഞാൻ പുതിയ സൃഷ്ടിയാണെന്ന് നമുക്ക് ബോധ്യം വരണം. അനേകർക്ക് ആ ബോധ്യം വരുന്നില്ല. വീണ്ടും ജനനത്തിന്റെ ബോധ്യമില്ലാതെ ജീവിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാക്കുന്നത് പണ്ടുള്ള പോലെ ജീവിച്ചതിന് മുമ്പോട്ട് സ്നാനപ്പെടാൻ പറഞ്ഞു, സ്നാനപ്പെട്ടു. അഭിഷേകം പ്രാപിക്കുന്ന പറഞ്ഞു നേണ്ട വ്യക്തതയില്ലാതെ ഇന്നും പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അതല്ല
പരിശുദ്ധാത്മ അഭിഷേകം അന്യഭാഷ അടയാളത്തോടെ പ്രാപിക്കണം. നീ അന്യഭാഷ അടയാളത്തോടു കൂടെയാണ് പ്രാപിച്ചിരിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവിൽ നീ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മർമ്മങ്ങളെ വെളിപ്പെടുത്തും. വർഷങ്ങളായിട്ടിരുന്നിട്ട് അന്യഭാഷയുണ്ട്, ആത്മീക വളർച്ചയില്ലെങ്കിൽ മനസ്സിലാക്കണം അവനിലിരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല. ഒന്ന്. രണ്ടാമത്, അങ്ങനെയുള്ളവരിൽ വീണ്ടും ജനനം സംഭവിച്ചിട്ടില്ല. ശ്രദ്ധിക്കണം, വീണ്ടും ജനനം സംഭവിക്കാത്തതുകൊണ്ടാണ് പലർക്കും അത് ഗ്രഹിക്കാൻ കഴിയാത്തത്. ആളുകളെ സഭയ്ക്കകത്ത് അനേകർ സ്നാനപ്പെട്ടവരുണ്ട്, പക്ഷെ അവർ വീണ്ടും ജനിച്ചിട്ടില്ല. അനേകർ വീണ്ടും ജനിച്ചിട്ടില്ല. അവരെ സ്വന്തം പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് വരണം. ആളലിയ പരിശുദ്ധ പുതുക്കം, ആത്മാവിന്റെ പുതുക്കം. ആത്മാവിനാൽ പുതുക്കപ്പെട്ടാൽ സ്വന്തം വീണ്ടും വചനത്തിന്റെ ആഴങ്ങളെ തേടുകയും ദൈവത്തിന്റെ വഴികൾക്കായിട്ട് നിലനിൽക്കുകയും ചെയ്യും. ഇതാണ് വീണ്ടും ജനിച്ചാലുള്ള പ്രത്യേകത. അവൻ ലോകത്തിലുള്ള ഉയരത്തിലുള്ളത് ചിന്തിക്കും. അപ്പോൾ ഈ അനുഭവത്തിലില്ലാതെ അനേകർ ജീവിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം, രക്ഷ വ്യക്തിപരമാണ്. അവരവരുടെ രക്ഷക്കായിട്ട് അവരവർ തന്നെ അധ്വാനിച്ചേ മതിയാകത്തുള്ളൂ. വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പിക്കണമെന്ന് പറയുമ്പോൾ നിന്റെ വീണ്ടും ജനനത്തിലാണോ നീ ആയിരിക്കുന്നതെന്ന് വ്യക്തമാക്കണം കേട്ടോ. ആളുകൾ ഒത്തിരി പേര് വീണ്ടും ജനനമില്ലാതെ സ്വന്തം പണ്ടത്തെ പോലെ ആചാരങ്ങൾ പോലെ ഞാൻ ഇത്ര പ്രസംഗം കേട്ടു, ഇത്ര ദൈവദാസന്മാരുടെ മീറ്റിംഗിൽ പോയി പങ്കെടുത്തു, ഇന്നിടത്തൊക്കെ ഈ യാത്ര ഇത് ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. വീണ്ടും ജനിക്കാതെ ഇത് ക്ലെയിം ചെയ്താൽ നിന്റെ ആത്മാവ് സ്വർഗത്തിൽ പോകത്തില്ല. ഹല്ലേലൂയ, കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ വീണ്ടും ജനനം പ്രാപിച്ചെങ്കിലേ മതിയാകത്തുള്ളൂ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വീണ്ടും ജനനം പ്രാപിക്കുക. അപ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വേദഭാഗമാണ് റോമാലേഖനം 8-ാം അധ്യായം. ഇതുവരെ ഒരു വാക്യം പോലും പറഞ്ഞില്ല. ആരംഭമായാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇത്രയും കാര്യം പറയാൻ പോകുന്ന കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഉറപ്പ് വരണം. ഹല്ലേലൂയ. വ്യക്തിപരമായ ദൈവമായിട്ട് ബന്ധമില്ലാത്തവരുണ്ട്, അവർ വീണ്ടും ജനിച്ചിട്ടില്ല, അവർക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് ഇതുവരെ അത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഈ പറയുന്നതിന്റെ പൊരുൾ മനസ്സിലാകാത്തൊരു കാര്യം, അവരിതുവരെ വീണ്ടും ജനിച്ചിട്ടില്ല. അവർ പെന്തക്കോസ്തി വന്നു, വീണ്ടും ജനിച്ചിട്ടില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ആരും എല്ലാരെ കുറിച്ചല്ല, നിങ്ങളെ കുറിച്ച് പരിശോധിച്ചോണം കേട്ടോ. ഇത് എന്നെ കുറിച്ചാണോ, വിൻസെന്റിനെ കുറിച്ചല്ല. നിങ്ങളെ കുറിച്ച് പരിശോധിക്കും. ഈ വീണ്ടും ജനനത്തിലാണോ, വീണ്ടും ജനനത്തിന്റെ അനുഭവം ഉണ്ടോ എന്ന്. ഹല്ലേലൂയ. ഇപ്പോഴും പഴയ സ്വഭാവത്തിലാണ് നടക്കുന്നതെങ്കിൽ, പഴയ ശാഠ്യവും ബഹളവും സ്തോത്രം എന്താ പറയുന്നത് ക്രൂര നോട്ടങ്ങളുമായിട്ട് ഇരിക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കോണം കേട്ടോ, നീ വീണ്ടും ജനിച്ചിട്ടില്ല. കാര്യം വീണ്ടും ജനിച്ചൊരു വ്യക്തിക്ക് പാപം ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് അതിന്റെ പൊരുള, ഏറ്റവും ആഴമുള്ള കാര്യം. വീണ്ടും ജനിച്ച വ്യക്തിക്ക് ഒരിക്കലും പാപം ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് നീ നിന്റെ അപ്പനപ്പൂപ്പന്മാരുടെ അതേ സ്വഭാവത്തിലാണ് നീ ഇരിക്കുന്നെങ്കിൽ നീ വീണ്ടും ജനിച്ചിട്ടില്ല, നീ പഴയ സൃഷ്ടി തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ വീണ്ടും ജനനം പ്രാപിക്കണം. ആമേൻ. വീണ്ടും ജനനം പ്രാപിക്കണം. നമുക്ക് വായിക്കാം അതിന്റെ 8-ാം അധ്യായത്തിൽ അതിന്റെ സ്തോത്രം അതിന്റെ 14 മുതൽ വായിച്ചേ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. വായിച്ചോ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഇവിടെ രണ്ട് കാര്യം ഇവിടെ പറയുന്നുണ്ട്. ദാസ്യത്വത്തിന്റെ ആത്മാവും അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവും. പ്രധാനപ്പെട്ട കേട്ടോ, പുത്രത്തിന്റെ ആത്മാവും ദാസ്യത്വത്തിന്റെ ആത്മാവും. ഇങ്ങനെ രണ്ട് ആത്മാവിനെ കുറിച്ച് അവിടെ പറയുന്നു. ഈ ദാസ്യത്വത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകത എപ്പോഴും ദൈവസന്നിധിയിൽ റിക്വസ്റ്റേ ഉള്ളൂ. ദാസനാണല്ലോ, അടിമയാണല്ലോ, എപ്പോഴും റിക്വസ്റ്റേ ഉള്ളൂ. അവനിൽ ഇരിക്കുന്ന ആത്മാവ് എപ്പോഴും ദൈവത്തെ റിക്വസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. കിട്ടുവോ കിട്ടില്ലയോ, വരുവോ വരാതിരിക്കോ, ഉറപ്പില്ല. ആ ഉറപ്പില്ലാത്തൊരു കാര്യം പുത്രത്വത്തിന്റെ ആത്മാവല്ല. പുത്രത്വത്തിന്റെ ആത്മാവാണെങ്കിൽ അവന് ബോധ്യമുണ്ട്. അവൻ വീണ്ടും ജനിച്ച വ്യക്തിയാണെങ്കിൽ അവനിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് അറിയാവുന്നത് കൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് അന്യനല്ലെന്നുള്ള തിരിച്ചറിവ് പരിശുദ്ധാത്മാവിനാൽ അവനുണ്ട്. അവന്റെ മനസാക്ഷി അവനെ കുറ്റം വിധിക്കുന്നില്ലെന്നും മാത്രമല്ല, അവന്റെ ഹൃദയത്തിൽ പ്രാഗൽഭ്യമുണ്ട്. ദാസ്യത്വത്തിന്റെ ആത്മാവാണ്, പ്രാഗൽഭ്യമില്ല, കുറ്റം വിധിച്ചുകൊണ്ടിരിക്കും. അതാണ് ദാസ്യത്തിന്റെ ആത്മാവ്. അങ്ങനെയുള്ളവരുടെ മുഖത്തൊക്കെ കൃത്യം അറിയാം, ഇങ്ങനെ എന്തോ പോയ പോലെ ഇരിക്കുന്നുണ്ട്. ഒരു സന്തോഷമില്ല, സമാധാനമില്ല, തൃപ്തിയില്ല. എന്തൊന്ന് ചെയ്താൽ അതൊരു പൂർണ്ണതയില്ല. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിഞ്ഞു പോകുന്നു. കാരണം എന്നാ? അകത്തുറപ്പില്ല, അകത്ത് സ്തോത്രം ഹല്ലേലൂയ പ്രാഗൽഭ്യമില്ല. മനസ്സിന് സ്വസ്ഥതയില്ല. കാര്യം ഇവൻ വീണ്ടും ജനിച്ചിട്ടില്ല.
വീണ്ടും ജനിച്ചിട്ടില്ല. അവിടെ ദാസ്യത്വത്തിന്റെ ആത്മാവാ. ഇവന്റെ പ്രാർത്ഥന എപ്പോഴും അങ്ങനെ ആയിരിക്കും അറിയാമോ? ഇവൻ അറിയത്തില്ല, ഇവനങ്ങ് വാരി വിതറുകയാണ്. കാര്യം കിട്ടിയെങ്കിൽ കിട്ടട്ടെ, നടക്കണമെങ്കിൽ നടക്കട്ടെ. എന്നാൽ പുത്രത്വത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വചനമാകുന്ന വിത്ത് അവന്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. അവൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവ ശബ്ദവും കേൾക്കും, ദൈവാലോചന കേൾക്കുവാൻ ഇടയായിത്തീരും. എല്ലാരും ചുമ്മാ ദാസത്വത്തിന്റെ പ്രാർത്ഥന കൊടുക്കുമ്പോൾ പുത്രത്വം പ്രാപിച്ചവൻ അവൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവത്തിന്റെ വ്യക്തമായ നിലപാടറിയും. മനസ്സിലാവും? ദൈവത്തിന്റെ വ്യക്തമായ നിലപാടറിയും. അതാണ് പുത്രത്വത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നതായിട്ടുള്ള വ്യത്യാസം. പുത്രത്വത്തിന്റെ ആത്മാ പരിശുദ്ധാൽ നടത്തപ്പെടുന്ന വ്യക്തി അവൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവാത്മാവിന്റെ ആലോചന കിട്ടും. ഒരു ഉദാഹരണം പറയാം, നമ്മളിപ്പോ ഒരു ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദാസത്വത്തിന്റെ ആത്മാവുള്ളവരാണെങ്കിൽ അവരെ രക്ഷിക്കണേ, ഇവരെ രക്ഷിക്കണേ, അവരെ പ്രവർത്തിക്കണേ, ഇവിടെ പ്രവർത്തിക്കണേ, ഇവരെ യാതൊരു പിടിയില്ല. എന്നാൽ പുത്രത്വത്തിന്റെ ആത്മാവിനാൽ പ്രാപിച്ച ഒരു വ്യക്തിയാണ് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുന്നെങ്കിൽ അവൻ പ്രാർത്ഥിച്ച് സ്തോത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് വചനമാകുന്ന വിത്ത് അവന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരും. ആ വചനങ്ങൾ വെളിപ്പെടുമ്പോൾ ദേശത്തെ കുറിച്ചുള്ള ആലോചനയായിരിക്കും തരുന്നത്. ദേശത്തെ വിവേചിക്കാനുള്ള കൃപ നൽകും. നമ്മൾ അതിൽ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആ ദേശത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്തെന്ന് പരിശുദ്ധാത്മാവിന് വെളിപ്പെടുത്തും. ഇത് സംഭവിക്കുന്നതാണ് പുത്രത്വത്തിന്റെ ആത്മാവുള്ളവരുടെ കാര്യത്തിൽ നടക്കുന്നത്. മറ്റത് അങ്ങനെയല്ല. 3-4 വിഷയം പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഇടുന്ന അതേ സാധനം ഇവിടെയും കൊണ്ട് ഇടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിലെല്ലാം വേണ്ടി പ്രാർത്ഥിച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ എന്ന് പറഞ്ഞ് വലിയൊരു ഒച്ചയും വിട്ടാൻ പിടിക്കുക. എന്നാൽ ഇവന് ബോധ്യമില്ല. മനസ്സിലായോ? പറഞ്ഞത് എന്നാന്ന് മനസ്സിലായോ? ആ കാര്യത്തെ കുറിച്ച് ബോധ്യമില്ല. എന്നാൽ മനസ്സിലാക്കണം, ബോധ്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നിൽ വരണം. പരിശുദ്ധാത്മാവ് നിന്നിൽ വരണമെന്ന് നിന്റെ പാപം ഒഴിഞ്ഞ് യേശുക്രിസ്തുവിന്റെ രക്ഷകനും കർത്താവുമായി നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം. ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കണം. നിങ്ങളുടെ ശരീരവും മനസ്സും ഹൃദയവും നിങ്ങളുടെ ജീവിതവും ക്രിസ്തുവിനായിട്ട് സമർപ്പിക്കണം. ഇത് സംഭവിച്ചാൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ കർത്തൃത്വം വരുള്ളൂ. അപ്പോൾ പെന്തക്കോസ്ത് നാളിൽ അവരുടെ മേൽ ഇറങ്ങി വന്നതുപോലെ, അപ്പോസ്തലന്മാരുടെ മേൽ ഇറങ്ങി വന്നതുപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നീ നിറയും. ഇതുവരെ ആ നിറവ് വരാത്തിന് കാര്യം നീ നിന്നെ ഏൽപ്പിച്ചിട്ടില്ലെന്ന ദൈവത്തിന്. പണ്ടൊരു ചൊല്ലുണ്ട്, കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടും, അല്ലെ? ഇങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. ഇവർ ഈ ദൈവത്തിന് സമർപ്പിക്കാൻ ഇവർ റെഡിയല്ല. ഇവർക്കത് കേൾക്കുമ്പോൾ നെറ്റിയുളിയും. ഇവർക്ക് തക്ക സമയത്ത് വല്ലതും തിന്നണം, ആരാധിക്കാൻ നേരത്ത് ബഹളം വെക്കണം, ഇത് മാത്രം അവർക്കുള്ളൂ. വേറൊന്നും അറിയത്തില്ല അവർക്ക്. ശ്രദ്ധിക്കണം, തെറ്റിപ്പോകരുത്. കാഹളം ധനിച്ചാൽ ശ്രദ്ധിക്കണേ, നിന്നെ കൊണ്ടുപോകാൻ ആരും വരില്ല. കർത്താവിനാൽ ഒരുക്കപ്പെട്ടിരിക്കുന്നവൻ കാഹളം ധനിക്കുമ്പോൾ ദൈവസന്നിധിയിൽ എടുക്കപ്പെടും. നീ എവിടെ പോകും? എവിടെ പോകും? ഹല്ലേലൂയ. ഇന്ന് അനേകരെ ആശ്രയിച്ചു ആശ്വസിച്ചൊക്കെ ഇരിക്കുക. എന്താ അവർ ചെയ്യുന്നത്? ദൈവത്തിലേക്ക് വരാതിരിക്കുകയാണ്. കാര്യം ഞാനൊരു വ്യക്തിയെ വല്ലാതെ ആശ്രയിച്ച ദൈവത്തിലേക്ക് പോകണ്ട. എന്നാൽ ഞാൻ ആ മറയി വിട്ട് ദൈവത്തിലേക്ക് ചെല്ലുകയാണ് വേണ്ടത്. എങ്കിലെ ദൈവം അതിൽ പ്രസാദിക്കുന്നു. പക്ഷേ ചിലരെ സംബന്ധിച്ച് ദൈവത്തിലേക്ക് വരുന്നേയില്ല. അനേകം നാളുകളായിട്ട് ദൈവത്തിലേക്ക് വരില്ല. ആമേൻ. ഒരു പരിധിയിട്ട് എപ്പോഴും ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. മനസ്സിലാക്കണം, ആ പരിധിയിട്ട് നിൽക്കും. പക്ഷെ അവരാ പരിധിയിട്ട് നിൽക്കുന്ന എന്നാന്നറിയാവോ? ഇടയ്ക്കിടയ്ക്ക് തൻ്റെതായ വഴികളിലൂടെ പോകാം, ഇടയ്ക്ക് രണ്ടൂന്നും പാപം ചെയ്യാം. അവനെ ആര് കുറ്റപ്പെടുത്തരുത്. ചിലർക്ക് അവരവർ തന്നെ അവരവർക്ക് വിഗ്രഹമായിട്ടിരിക്കുന്നവരുണ്ട്. ചിലർ അവർക്ക് തന്നെ വിഗ്രഹമാണ്. അവർ പറയുന്ന അവരെ പോലെ സൗന്ദര്യം മറ്റാർക്കുമില്ല, എന്നെ പോലെ തന്നെ സംസാര ഭാഷ മറ്റാർക്കുമില്ല. കണ്ട ഇങ്ങനെ വല്ലാത്ത കോലത്തിലായി ഇരിക്കുന്നത്. പക്ഷേ എങ്കിലും അവർക്ക് ആ കാര്യത്തെ കുറിച്ച് ബോധ്യമില്ല. ചില ചിന്തിക്കുന്നതെല്ലാം മറ്റുള്ളവരെ കുറിച്ച്, എന്നെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇങ്ങനെയൊക്കെ പല മാനസികാവസ്ഥയിൽ ഇരിക്കുന്നവരുണ്ട്. ഇവരെല്ലാം വചനം ചെവി കൊണ്ട് ചെവിയുടെ അവിടം വരെ വരുന്നുണ്ട്. എന്താ എന്റെ പ്രസംഗം ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലര് വചനം ഇങ്ങനെ ചെവിയുടെ അവിടെ ശബ്ദതരംഗം വരുന്നുണ്ട്. അത് ചെവിയിലേക്ക് കയറിയിട്ട് ഹൃദയത്തിലേക്ക് ഇറങ്ങാതെ മറ്റേ ചെവിയിൽ കൂടെ ഇറങ്ങി പോകുന്നവരുണ്ട്. ഇത് ചെവിയിൽ കൂടെ കയറി ഹൃദയത്തിലേക്ക് വരണം. ചിലർക്ക് അത് ചെവി കൂടെ കയറി വായിലൂടെ പോകും. കാര്യം മറ്റുള്ളവരോട് പറയും, അകത്തേക്ക് പോകത്തില്ല. അങ്ങനെയുള്ള കുറെ പേരുണ്ട്. പാസ്റ്റർമാരുടെ ഒക്കെ ചില ലെവലിൽ ശ്രദ്ധിക്കുന്നത് ചെവി കൂടെ കയറിയിട്ട് വായി കൂടെ പോകും. ചില വിശ്വാസികളെ ചെവി കൂടെ കയറി മറ്റേ ചെവി കൂടെ പോകും. ഒന്നും എടുക്കുന്നില്ല, മുഴുവൻ പോകുന്ന അവസ്ഥ. ഇത് ചെവി കൂടെ കയറി ഹൃദയത്തിലേക്ക് പോകണം. വായിച്ചേ, ആ വാക്യം ഒന്ന് വായിച്ചേ. നമ്മൾ വായിച്ച വാക്യം വായിച്ചേ.
ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ട. അപ്പൊ പിന്നെയും നമ്മുടെ അവിടെ പൗലോസ് ഉപയോഗിക്കുമ്പോൾ ഒരിക്കൽ സ്വർഗീയദാനം ആസ്വദിച്ചവരാ. ആ സ്വർഗീയദാനം ആസ്വദിച്ചിട്ട് വീണ്ടും ദൈവസന്നിധിയിൽ കർത്താവെ തരണേ, എനിക്ക് എത്തും പിടിയില്ലെന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് തന്നെ ഗലാത്യയിൽ നമ്മൾ കാണുന്നുണ്ട്. ആളല്ലേ, അവർ വന്നു, അവർക്ക് എന്ത് സംഭവിച്ചു? അവർക്ക് ഒരിച്ചിരി മന്ദത വന്നു, ആത്മീയത്തിൽ മന്ദത. ഈ മന്ദത വരുന്ന എന്നാന്നറിയാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പാപം എല്ലാവരുടെയും പാപം ഒരുപോലെയല്ല, ശ്രദ്ധിക്കണം. പാപം എല്ലാവർക്കും ഒരുപോലെയാണ്, എങ്കിലും ചിലർ പാപം ചെയ്യുന്നത് വ്യത്യസ്തമാണ്. ചിലർ അവരുടെ പ്രായമനുസരിച്ച് ചില പാപങ്ങളൊന്നും വിടുകയില്ല. അത് ഹൃദയത്തിൽ ഒളിച്ചു വെക്കും. എന്നിട്ട് അത് രഹസ്യമായ പാപത്തിൽ തുടരുകയും അതിൽ രസിക്കുകയും ചെയ്യും. കർത്താവ് അവനോട് പല വട്ടം പറയും, മകനെ ഉപേക്ഷിക്കുക, അത് മാറ്റിക്കള. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നറിയാവോ? അത് ഉപേക്ഷിക്കുകയില്ല. ആഖാൻ കൊണ്ടുവന്ന ബാബിലോണിയ മേലങ്കിയും പൊന്നും എല്ലാം കൂടെ അവരുടെ കൂടാരത്തിന്റെ കടിയിൽ കൊണ്ട് ഒളിച്ചു വെച്ചു. ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആരും അറിയുന്നില്ല. എന്നെ ആരും പിടിക്കത്തില്ല, ഞാൻ സുഖമായിട്ട് മുമ്പോട്ട് പോകും. എല്ലാവർക്കും ന്യായപ്രമാണം ബാധകമായി, എനിക്ക് ബാധകമല്ല, ഞാൻ അതൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ കാര്യങ്ങളോട് വരുമ്പോൾ ഞാൻ ഫ്രണ്ടിൽ വന്ന് മിടുക്കനായിട്ട് നിൽക്കുകയും ചെയ്യും. ഇതൊക്കെ ചിലരുടെ പാപ സ്വഭാവമാണ്. പാപം ചെയ്തിട്ട് മിടുക്കനായിട്ട് മുമ്പിൽ നിൽക്കുന്നവരുണ്ട്, മിടുക്കന്മാരായിട്ട്, അല്ലെ? മിടുക്കന്മാർ. എന്താ? പാപം അവിടെ കിടക്കുക. ആക്കാൻ നോക്കി അവനെ പാപം അവനോട് അരുത് എന്ന് അവിടെ കൽപ്പന കൊടുത്തിട്ട്, യോശുവ കൽപ്പന കൊടുത്തിട്ട് അത് ചെയ്യാതെ, അനുസരിക്കാതെ, ആ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്തിട്ട് പാപം രഹസ്യമായിട്ട് ചെയ്തു വെച്ചിട്ടുക. പക്ഷെ അത് പുറത്തു വന്നൊരു സമയമുണ്ട്. അത് പുറത്തു വന്നത് എങ്ങനെയാണ്? ദൈവം പിടിക്കും. കാര്യം, പാളയം മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ഇസ്രായേൽ ഗോത്രങ്ങൾ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അവർ വാഗ്ദത്തങ്ങൾ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഈ പാപത്തിന് പരിഹാരം വന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരുവൻ വർഷങ്ങളായിട്ട് രഹസ്യമായ പാപം ചെയ്ത് മുമ്പോട്ട് പോയാൽ അവന്റെ പാപത്തെ ദൈവം സന്ദർശിച്ച് അവനെ പിടിച്ച് അവന് ബോധ്യം വരുത്തി ശിക്ഷിക്കുന്ന ഒരു അനുഭവമുണ്ട്. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയില്ല. അപ്പോൾ മനസ്സിലാക്കണം, ഇത് പറഞ്ഞാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശ്രദ്ധിക്കണേ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, ശിക്ഷാവിധി നടന്നുകൊണ്ടായിരിക്കുന്ന സകല മനുഷ്യരിലും, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടാത്ത സകല മനുഷ്യരിലും, മാനസാന്തരപ്പെടാത്ത സകല മനുഷ്യരിലും, വീണ്ടും ജനനം സംഭവിക്കാത്ത സകല മനുഷ്യരിലും സ്വന്തം ദൈവത്തിന്റെ ന്യായവിധി നടന്നുകൊണ്ടായിരിക്കുന്ന ഭൂമിയിൽ. ആമേൻ. നമ്മൾ പറയുമ്പോൾ പല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ വെച്ച് സ്വന്തം ചില പ്രശ്നങ്ങളെ നമ്മൾ അളക്കും. പക്ഷേ ഭൂമിയിൽ ദൈവം ചിലർക്ക് അവസരം കൊടുത്തിട്ട് മാനസാന്തരപ്പെടാതിരിക്കുമ്പോൾ, ഒരുങ്ങാതെ ഇരിക്കുമ്പോൾ, മനം തിരിയാതിരിക്കുമ്പോൾ, കാര്യങ്ങളെ ഗ്രഹിക്കാതിരിക്കുമ്പോൾ സ്വന്തം ദൈവം അവന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നതാണ് പരസ്യമായിട്ട് എല്ലാരും കേൾക്കുന്നത്. ദൈവം പലതും ഫുൾ സ്റ്റോപ്പ് ഇടും. നമ്മൾ എന്തെങ്കിലും ഫുൾ സ്റ്റോപ്പ് ഇട്ട് വരുമ്പോൾ അത് കോമായിരിക്കുന്നു. കോമായല്ല, ചിലതൊക്കെ ഫുൾ സ്റ്റോപ്പാ. പല കാര്യങ്ങളും ജീവിതത്തിൽ കോമായിട്ട് ദൈവം വിടുക. പക്ഷെ മനസ്സിലാക്കണം, അധികം കോമായിട്ട് വരുന്നാൽ താമസിയാതെ മകനെ ഒരു ഫുൾ സ്റ്റോപ്പ് ജീവിതത്തിൽ വരുന്നുണ്ട്. പിടികിട്ടിയോ? പാപം മറച്ച് നീ എത്ര നാൾ ജീവിക്കും? പാപം മറച്ച് എത്ര നാൾ ജീവിക്കും? ആളെ നിന്റെ അവസാനത്തെ പാപം കൂടെ നീ ഏറ്റു പറയണം. ചിലരെ സംബന്ധിച്ച്, പുരുഷന്മാരെ സംബന്ധിച്ച് ചിലരോട് പറയാം, നീ പാപം ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഉടനെ ഞാൻ വ്യഭിചരിച്ചോ, ഇത് മദ്യമായി അടിച്ചു, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. നീ ഇതിലും വലിയ പാപം ചെയ്യുന്നുണ്ടെന്നേ. നിന്റെ ഭാര്യയോട് കയ്പായിട്ടിരിക്കുന്നില്ലേ? അത് വലിയ പാപമല്ലേ? അവരെ സ്നേഹിക്കാൻ പറയണം. നീ അത് ചെയ്തില്ല, പാപമല്ലേ? മക്കൾക്ക് നല്ല മാതൃക കാണിക്കണമെന്ന് വചനം പറയുന്നു. അത് നീ ചെയ്യുന്നില്ല, നീ പാപമല്ലേ ചെയ്യുന്നത്? നീ വ്യഭിചരിച്ചോന്ന് ഇവിടെ ആരാ ചോദിച്ചത്? ഹല്ലേലൂയ. ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരിക്കുന്ന ദൈവസന്നിധി പാപം തന്നെയാണ്. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ട്. അത് വന്നില്ലെങ്കിൽ കർത്താവിൽ നിന്ന് വരുന്നത് യഥാർത്ഥത്തിൽ ശിക്ഷാവിധി തന്നെയായിരിക്കും. ഞാൻ ഈ ഭാഗമൊന്നും പറയാനല്ല വന്നത്, പക്ഷെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ആ മേഖലകളിൽ ഇടപെടുന്നു. കാര്യം ഉപദേശിക്കണം, മനസ്സിലാകുന്നു. ഉപദേശം നടന്നുകൊണ്ടിരിക്കുന്നത്, ഉപദേശിക്കേണ്ട മേഖലകളുണ്ട്. ഉപദേശത്തിന്റെ മേഖലകൾ അത് വെളിപ്പെടണം. ഹൃദയത്തിൽ പാപം വെച്ചുകൊണ്ടിരുന്ന നീ പുറമെ എന്ത് ആചാരം നടത്തിയാലും ദൈവം പ്രസാദിക്കത്തില്ല.
ശ്രദ്ധിക്കണം. ചിലർ ചിന്തിക്കുന്ന എല്ലാം ഭയങ്കര മൂക്ക ശുണ്ടി ഏറ്റു പറയാത്ത പാപം നിമിത്തം നിനക്ക് സ്വസ്ഥതയില്ലാതെ നിന്നിൽ ഈ കോപം വെളിപ്പെടുന്നു. ചിലർക്ക് ഈ ഭയങ്കര വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ഈ കോപം എന്നാ പറയുക, ഇപ്പോഴും അകത്ത് പാപം ഇരിപ്പുണ്ടെന്നേ. ഒത്തിരി ക്രമീകരിക്കേണ്ട മേഖലകൾ ജീവിതത്തിലുണ്ട്. അവിടെയൊന്നും ഈ വ്യക്തി തൊടുകയോ അതിലേക്ക് തിരിഞ്ഞു നോക്കുകയോ ചെയ്തിട്ടില്ല. ഈ വ്യക്തി സമയം കിട്ടിയാൽ 10 പേര് ഉപദേശിക്കുകയും ചെയ്യും, പക്ഷെ പാപം ഏറ്റു പറയത്തില്ല. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. ജീവിതത്തിൽ ക്രമീകരണമല്ല, ജീവിതത്തിൽ സൗഖ്യം വരാത്തവർ, ജീവിതത്തിൽ ക്രമീകരണം ഇല്ലാത്തവർക്ക് സൗഖ്യമില്ല. അവരുടെ ശരീരത്തിന് സൗഖ്യമില്ല. കാര്യം ക്രമീകരിക്കേണ്ട മേഖലകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ട മേഖലകളുണ്ട്. അവിടെയെല്ലാം നീ മൗനമായിത്തീരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വാഴണം. നീ വീണ്ടും ജനിക്കണം. നീ ഒരു പാപമെങ്കിലും വെച്ചോണ്ടിരുന്നിട്ട് അളവിയ ചില പറഞ്ഞവര് 10 പാപം ചെയ്ത 9 ഏറ്റുപറയേണ്ട ഒരെണ്ണം വെച്ചാലും കുഴപ്പമില്ലെന്ന് പറയുന്നവരുണ്ട്. ചിലർ 10 പാപം ചെയ്തിട്ട് 15 നന്മ ചെയ്താൽ കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. ഇതൊന്നും നടക്കൂല. നീ 10 പാപം ചെയ്ത 10 പാപത്തിലുള്ള ശിക്ഷയും 11 നന്മ ചെയ്ത 11 നന്മയ്ക്കുള്ള അനുഗ്രഹവും തരുന്നേ. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ദൈവത്തെ വെറുതെ അളക്കല്ലേ. അതുകൊണ്ട് ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ പാപത്തെ നീ ഏറ്റു പറയണം. ചിലർക്ക് ദൈവത്തെക്കാളും മനുഷ്യർക്ക് സ്ഥാനം കൊടുക്കുന്നവരുണ്ട്. മനുഷ്യർക്ക് ഭയങ്കര സ്ഥാനമാണ്. മനുഷ്യർക്ക് സ്ഥാനം കൊടുക്കുന്ന നിന്റെ സ്വഭാവം നീ ഉപേക്ഷിക്കണം. എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളോ പ്രിയപ്പെടുന്നവൻ എനിക്ക് കൊള്ളാവുന്ന ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ മുമ്പിൽ എനിക്ക് പ്രിയപ്പെട്ടത് ഞാൻ നിരത്തി വെക്കുന്നത് എന്താണെന്ന് ചിന്തിച്ചോളം. ഹല്ലേലൂയ. എന്താണ് എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ കർത്താവിനേക്കാൾ അധികമായി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്, മുറുകെ പിടിച്ചിരിക്കുന്നത്? അത് സൂക്ഷിക്കണം. അതിനെ മാറ്റി നിർത്തണം. എന്റെ ദൈവത്തിന് എന്നിൽ വസിക്കുന്നതിന് തടസ്സമായി ഞാൻ ഉയർത്തിയിരിക്കുന്ന വിഗ്രഹം എന്തു തന്നെയായിരുന്നാലും അത് മാറ്റാതെ ഒരിക്കലും നിനക്ക് കർത്താവിന്റെ മുഖം ദർശിക്കുവാൻ കഴിയത്തില്ല. ഒരിക്കലും സാധിക്കത്തില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ദാസ്യത്വത്തിന്റെ ആത്മാവിലേക്ക് വരുന്നത്? നിങ്ങൾ പിന്നെയും, പൗലോസോടെ പറയും, നിങ്ങൾ പിന്നെയും മനസ്സിലാക്കണം. അത് ശക്തമായിട്ട് പറയുകയാണ്. നിങ്ങൾ പിന്നെയും, ആ ഭാഗം വായിച്ചേ, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ട. അപ്പൊ ശ്രദ്ധിക്കണം, ഭയപ്പെടുന്ന അനുഭവമല്ല നമുക്കിവിടെ വേണ്ടത്, ധൈര്യമാണ് വേണ്ടത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നൽകുന്ന ധൈര്യവും സ്വാതന്ത്ര്യവും വെളിപ്പെടണം. ഇതിനെ തടുക്കുന്നതാണ് ഭയം. നീ എന്തുകൊണ്ട് എപ്പോഴും ഭയപ്പെട്ടിരിക്കുന്നത്? ശ്രദ്ധിക്കണം കേട്ടോ. പാപം ചെയ്ത് ഒരുവനെ ഭയപ്പെടുന്നുള്ളൂ, അല്ല അവന്റെ മനസ്സാക്ഷി അവനെ കുറ്റം വിധിക്കുന്നത്. ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു വ്യക്തി വല്ലാതെ ഭയപ്പെടുന്നുവെങ്കിൽ, സാഹചര്യ അവസ്ഥ വല്ലാതെ ഭയപ്പെടുന്നെങ്കിൽ അവൻ ഇതുവരെ ഏറ്റുപറയാത്ത പാപം കിടക്കുന്നുണ്ട് ജീവിതത്തില്, അല്ലെ ക്രമീകരിക്കേണ്ട വിഷയം കിടപ്പുണ്ട്. അത് ഇതുവരെ ക്രമീകരിക്കാത്തത് കൊണ്ടാണ് അവനെ വീണ്ടും ഭയം പിന്തുടരുന്നത്. പൗലോസ് പറയുന്നു അത് ദാസ്യത്വത്തിന്റെ ആത്മാവാണ്. അല്ലേ? അവിടെ വായിക്കുന്ന ഒന്ന് വായിച്ചേ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. കണ്ടോ, ഞാൻ ചോദിക്കട്ടെ, ദൈവസന്നിധി വരാതെ ഇരുന്ന വ്യക്തികൾ ആരായിരുന്നു? ചരിത്രത്തിൽ ആരായിരുന്നു? ആരായിരുന്നു? ആദാമായിരുന്നു, ഹവ്വായായിരുന്നു. അവരെന്ത് ചെയ്തു? പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഓടി ഒളിച്ചു. കർത്താവ് വെയിലാറിയപ്പോൾ തോട്ടത്തിൽ ഇറങ്ങി വന്നപ്പോൾ ആദാമെന്ന് വിളിച്ചപ്പോൾ ആദാമിനെ അവിടെ കണ്ടില്ല. അവിടെ ഭയപ്പെട്ട് ഒളിക്കുന്ന ഒരു ചരിത്രം നമ്മൾ കണ്ടത്. അപ്പോൾ മനസ്സിലാക്കണം, മാനവരാശി ഇന്നും ഭയപ്പെട്ട് ഒളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവം കാണാതെ മൂടി വെക്കുന്ന പാപങ്ങളുണ്ട് പുറകില്. അതുകൊണ്ടാണ് സ്വസ്ഥതയില്ലാത്തത്, അതുകൊണ്ടാണ് സമാധാനമില്ലാത്തത്. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ആരെ ഏറ്റവും പേടിക്കുന്ന? തെറ്റ് ചെയ്തവനാ പേടിക്കുന്നത്. ചിലതൊന്ന് ആരെ ഈ തല എപ്പോഴും തൂക്കുന്നറിയാവോ? അവൻ കോഴിക്കളനാ, അതുകൊണ്ട് തലയെ പപ്പിരിക്കുന്നു എപ്പോഴും തോന്നും, അല്ലെ? എപ്പോഴും ഓവർ തലയെ തൂക്കുന്നവൻ എന്നാ പ്രശ്നം? പപ്പ് തലയിൽ ഇരിപ്പുണ്ടോന്നൊരു സംശയം. ഇവൻ മോഷണം കഴിഞ്ഞിട്ട് വന്നതാ,
ഏതർത്ഥത്തിലെ ഞാൻ പറയുന്നത്, പാപം ഏതെങ്കിലും കാര്യത്തിൽ ചെയ്തിട്ട് ദൈവവചനവുമായിട്ട് വെച്ച് ജീവിതത്തിലെ പാപം പരിശോധിച്ച് അതിന് പരിഹാരം വരുത്താതെ വന്നാൽ ഒരുവൻ ഒരിക്കലും ദൈവസന്നിധിയിൽ നിവർന്ന് നിൽക്കാൻ കഴിയത്തില്ല. നിവർന്ന് നിൽക്കാൻ കഴിയത്തില്ല, അതിന് സാധിക്കത്തില്ല. അവന്റെ മനസാക്ഷിയെ സമ്മതിക്കത്തില്ല. ഇന്ന് സമാധാനമില്ലാതെ ഒരുവൻ ക്രിസ്തീയ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, മറച്ചു വെച്ചിരിക്കുന്ന പാപങ്ങളാണ് അതിന് കാരണം. അത് ഏറ്റുപറയണം. ഗലാത്യ ലേഖനത്തിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പാപത്തിന്റെ ലിസ്റ്റുകള്, പാപത്തിന്റെ ജഡത്തിന്റെ ഫലത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് എടുത്തു നോക്കിയിട്ട് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഏതെങ്കിലും കാര്യത്തില് അതുണ്ടെങ്കിൽ പാപനിമിത്തം നീ പുറത്താണ്. പക്ഷെ അത് മനസ്സിലാകുന്നില്ല. അനേകം സംബന്ധിച്ച് അവൻ ചെയ്ത പാപത്തെ കുറിച്ച് അവന് ബോധ്യം വരാതെ വീണ്ടും വീണ്ടും പാപം ചെയ്ത് മറഞ്ഞിരിക്കുമ്പോൾ മകനെ, നിന്നിൽ വീണ്ടും ദാസ്യത്വത്തിന്റെ ആത്മാവാണ് വരുന്നത്, ഭയത്തിന്റെ ആത്മാവാണ് വരുന്നത്. അത് നിന്നെ ഭയപ്പെടുത്തി നിന്റെ ഹൃദയത്തിലെ പ്രാഗൽഭ്യം നിനക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അവന്റെ പാപം ഏറ്റുപറയണം. ഹല്ലേലൂയ. വായിച്ചേ, തുടർന്ന് വായിച്ചേ, അത് എടുക്കണ്ട, വായിച്ചേ, തുടർന്ന് വായിച്ചേ. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. അടുത്തത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പ്രാപിച്ചവരുടെ കാര്യമാണ്. എന്നാൽ അപ്പോൾ അവിടെ തന്നെ മറ്റൊരു കാറ്റഗറി ഭയപ്പെട്ടിരിപ്പുണ്ട്. മറ്റൊരു കാറ്റഗറി ഭയപ്പെട്ട് അനങ്ങാതെ അല്ലെങ്കിൽ ദൈവസന്നിധി വരാതെ ഇരിപ്പുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നില്ലെങ്കിൽ ഭയമുണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയത്തിൽ ഭയത്തെ നീക്കുന്നത്. ഭയം മാറുന്നില്ലെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളും, കാരണം പരിശുദ്ധാത്മാവിൽ നീ നടത്തപ്പെടുന്നില്ല. വായിച്ചോ. നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവുദാനം നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. കണ്ടോ, പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ഈ ബോധ്യമുള്ളൂ, ദൈവത്തിന്റെ മക്കൾ എന്ന്. ദൈവത്തിന്റെ മക്കൾ. കാരണം പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. ഞാനിപ്പോ നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി എന്റെ ഹൃദയത്തിൽ വാഴുന്നത് ഞാൻ അനുഭവിച്ചുകൊണ്ടായിരിക്കുന്നത്. അത് സാക്ഷ്യം പറയുന്നത് ഞാൻ ദൈവവേദലാന്നാണ്. എനിക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ എന്റെ അനുഭവം കണ്ടോണ്ട് മറ്റൊരുത്തം പറയുക അവനും ദൈവവേദലാന്ന് പറഞ്ഞാൽ ശരിയാവോ? ഞാനും പ്രാർത്ഥിക്കുന്നാന്ന് മറ്റൊരുത്തം പറഞ്ഞ, നീ പ്രാർത്ഥിക്കുന്നല്ല, നീ എന്ത് ചെയ്താലും പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വന്നില്ലെങ്കിൽ നീ ദൈവവേദല അല്ലവേ അല്ല. നീ ദൈവവേദലായി തീരണം, ദൈവമകനായി തീരണം. നീ ചെയ്ത പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ കർത്താവിനെ സ്വീകരിച്ച് കർത്താവിന്റെ ജീവിതത്തിലേക്ക് ആളുകൾ സ്വീകരിച്ചേ മതിയാകത്തുള്ളൂ. പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചൊരു വ്യക്തി എവിടെയെങ്കിലും ഒരു വീഴ്ച, വീണ്ടും ഒരു കുറവ്, വീണ്ടും നിന്റെ അറിവില്ലാതെ ഒരു പാപം നീ ചെയ്താൽ അത് നീ ഏറ്റുപറയണം. അത് ഏറ്റുപറയണം. അതാണ് യോഹന്നാന്റെ ലേഖനത്തിന്റെ അകത്ത് പറയുന്നത്. അത് ഏറ്റുപറയണം. ആളുകൾ ചിലത് ഏറ്റുപറയത്തില്ല, ആളുകൾ ഏറ്റുപറയണം. ആമേൻ. വായിച്ചേ, തുടർന്ന് വായിച്ചേ. നാം മക്കളെങ്കിലും അവകാശികളാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. ഈ ദൈവത്തിന്റെ അവകാശികളിൽ നമ്മളിവിടെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം, നമ്മെ കർത്താവ് വീണ്ടും ജനിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്. നമുക്കിതിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് നമുക്കൊരു ഭാഗം കൂടെ വായിക്കണം. എഫേസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായം. സ്തോത്രം. അതിന്റെ 6ഉം 7ഉം വാക്യം, അല്ലെങ്കിൽ 5 മുതൽ വായിക്കാം. 5, 6, 7. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മെ ജീവിപ്പിച്ചതാണ്. നാം മരിച്ചവരായിരുന്നു. നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നാം മരിച്ചവരായിരുന്നു. പാപസംബന്ധമായി നമ്മൾ, സ്തോത്രം, ഹല്ലേലൂയ, ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടവരായിരുന്നു. പാപത്തെ രസിച്ച് ലോകക്കാരായിരുന്നു. ദൈവമായിട്ട് ബന്ധമില്ലായിരുന്നു. മതങ്ങള് ഒരുവനെ പാപത്തിൽ ഇരുത്തിക്കൊണ്ട് തന്നെ അവൻ ആചാരങ്ങൾക്ക് വേണ്ടി ഒരുവനെ ഒരുക്കുന്നതാണ് സമുദായങ്ങൾ കാണുന്നത്. അവനൊരു പാപത്തിൽ നിന്നും മോചനമോ മനസാക്ഷി ഹൃദയോ നിമിത്തം ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമോ ലഭിക്കാതെ സമുദായങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ പാപത്തിൽ മുഴുകിയിരിക്കുമ്പോൾ തന്നെ മതം അവനോട് ആഹ്വാനം ചെയ്യുന്ന കർമ്മങ്ങളിൽ ആശ്രയിക്കുവാനായിട്ട് തിരിക്കും. അങ്ങനെ അവൻ ആ കർമ്മങ്ങളിലേക്ക് തിരിഞ്ഞ്
ദാനധർമ്മങ്ങളാകട്ടെ, പലവിധ കർമ്മങ്ങളും, നേർച്ചകളാകട്ടെ, കാഴ്ചകളാകട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരിയുമ്പോൾ ഇതിൽ ലഭിക്കുന്ന തൃപ്തി ആത്മീകമാണെന്ന് കളവ് പറഞ്ഞ് അവരെ ഇരുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം അതിന് വിരുദ്ധമാണ്. ക്രിസ്തു മാർഗം അതിന് വിരുദ്ധമാണ്. ക്രിസ്തു മാർഗം എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് എന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വസിച്ച് നമുക്ക് ബോധ്യം നൽകുന്നു, നാം ക്രിസ്തുവിന്റെ മക്കളാണ്. ഈ മക്കൾ എന്ന പദവി ലഭിക്കുമ്പോൾ ലോകത്തിൽ കാണുന്ന ഒരു ആചാരത്തിന്റെ പുറകിലും പോകണ്ട. അതുകൊണ്ട് സമുദായക്കാർ ചെയ്യുന്ന ഒത്തിരി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്ത് ദാനധർമ്മങ്ങൾ, എത്രയോളം ഓർഫണേജുകളും ഓൾഡേജ് ഹോംസുകളും എത്രത്തോളം സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ആരും മിക്കവരും ഇത് ചെയ്യും. ഞാൻ പറയട്ടെ, അത് ചെയ്യേണ്ട കാര്യം ഈ ലോകത്തിൽ ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റം അങ്ങനെയല്ല. ഏതൊരു മനുഷ്യനോടും അവന്റെ നിത്യതയ്ക്കായിട്ടുള്ള ദൂത് പറയുക. അവൻ വീണ്ടും ജനനം പ്രാപിച്ചാൽ അവൻ അംഗഹീനോ മുടന്തരോ ആയിട്ട് ഈ ലോകത്തിൽ കഴിഞ്ഞാൽ തന്നെയും ലോകത്തിന് തരുവാൻ കഴിയാത്തൊരു നിത്യസമാധാനമാണ് പരിശുദ്ധാത്മാവ് അവന്റെ ഹൃദയത്തിൽ നൽകുന്നത്. ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ എന്താ എന്ന് പറഞ്ഞ നമ്മൾ വായിച്ചേ, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ കണ്ടോ, നമ്മെ കർത്താവിനോടുകൂടെ ജീവിപ്പിച്ചു, ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. കണ്ടോ, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്നാ? നമ്മുടെ ആത്മാവ് ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുകയാണ്. ആ ജീവിക്കുന്ന അനുഭവമാണ് സ്തോത്രം നമുക്ക് യഥാർത്ഥത്തിൽ സ്തോത്രം. ഇവിടെ വായിച്ച വാക്കെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ വായിച്ചേ. നാം മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും, അതായത് മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് പകർന്നു തന്നത് കൃപയാലാണ്. മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നു തരുന്നത് വരെ കൃപയാണ്. അപ്പോൾ പിന്നീട് അടുത്ത സ്റ്റെപ്പോ, അടുത്ത നമ്മൾ വില കൊടുക്കണം. അത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളോട് പറയുമ്പോൾ അവര് തെറ്റിക്കിടക്കുന്ന ഒത്തിരി ലിസ്റ്റുകൾ പറയുന്നുണ്ട്. ഒത്തിരി ലിസ്റ്റുകൾ ഓരോ സഭയെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ വില കൊടുക്കണം. എവിടെയൊക്കെ തെറ്റിപ്പോയോ അവിടെ വില കൊടുത്ത് അതിനെ ജയിക്കണം, ക്രമീകരിക്കണം, നടക്കണം, നേടണം. അത് വില കൊടുത്തേ മതിയുള്ളൂ. നമ്മുടെ പാപം മോചിച്ചത് സൗജന്യം, നമ്മളെ നീതീകരിച്ചത് സൗജന്യം, നമ്മളിൽ പരിശുദ്ധാത്മാവ് നൽകിയത് സൗജന്യം. പക്ഷെ നമ്മൾ ദൈവരാജ്യം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ വില കൊടുത്തേ മതിയാകത്തുള്ളൂ. എങ്ങനെ ഈ ജീവിതത്തിൽ വില കൊടുക്കണം? ദൈവത്തിന്റെ ആത്മാവിന് വിഹിതമല്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുമ്പോൾ, അതിനെ ഉപേക്ഷിക്കുമ്പോൾ, ആളല്ലേ ലോകത്തിൽ ലാഭമായിരുന്ന പലതും നഷ്ടമെന്ന് കണ്ട് എണ്ണുമ്പോഴാണ് മകനെ നീ ഈ നാമത്തിന് വേണ്ടി വില കൊടുക്കുന്നത്. ഇത് സംഭവിക്കണം. ഇത് സംഭവിച്ചാൽ മാത്രമാ കാഹളധ്വനിയിൽ അവന്റെ ആത്മാവ് ദൈവ സന്നിധിയിൽ എടുക്കപ്പെടുകയുള്ളൂ. ഇച്ചിരിയുടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ശരീര രൂപാന്തരം പ്രാപിച്ച കർത്താവിന്റെ സന്നിധിയിൽ പോകത്തുള്ളൂ. കാര്യം ഈ ശരീരം രൂപാന്തരം പ്രാപിക്കുവാൻ തക്കണം ദൈവാത്മാവിന് കീഴ്പ്പെട്ട് ജീവിച്ച ഒരു ശരീരം മാത്രമേ രൂപാന്തരം പ്രാപിക്കത്തുള്ളൂ. ആമേൻ. അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ വ്യക്തി സ്വർഗത്തിൽ പോകുന്നില്ല. അഭിഷേകം പ്രാപിച്ച വ്യക്തി വില കൊടുത്ത് ജീവിക്കാൻ തയ്യാറാകണം. അതുകൊണ്ട് അഭിഷേകം പ്രാപിച്ച അനേകർ ദൈവ വേലയ്ക്ക് കൂടെ വിളിച്ചിട്ട് ഇറങ്ങാതെ ജീവിക്കുന്നവരുണ്ട്. അവരെ ദൈവം തള്ളിക്കളയുന്നില്ല. പക്ഷെ അവരുടെ ശരീരം രൂപാന്തരം പ്രാപിക്കുന്ന നേരമാകുമ്പോൾ അവർ തള്ളപ്പെടും. കാര്യം ദൈവാത്മാവിനനുസരിച്ച് ജീവിച്ച് സ്വന്തം കർത്താവിന്റെ നാമത്തിന് വേണ്ടി വില കൊടുക്കാൻ അവർ പഠിക്കാത്തത് കൊണ്ട് അവർക്ക് ഒരിക്കലും ശരീരത്തിന്റെ രൂപാന്തരം നടക്കുകയില്ല. വായിച്ചാട്ടെ. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവരോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കണം, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതിന് ശ്രദ്ധിക്കണം. ഇവിടെ പറയുന്ന വാക്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇവിടെ പറയുന്നത് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച്, അവിടെ 6-ാം വാക്യം, ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തധനത്തെ. അതായത് ഈ അത്യന്തധനം എന്താണെന്നറിയാവോ? ക്രിസ്തു നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നു. കർത്താവിന്റെ തേജസ്സുള്ള ശരീരത്തെ നമുക്ക് കാണിച്ചു തന്നു. ഭൂമിയിൽ ഒരു മനുഷ്യനും വെളുപ്പിക്കുവാൻ കഴിയാത്ത തേജസ്സോടുകൂടി കർത്താവിന്റെ ശരീരവും അവന്റെ വസ്ത്രങ്ങൾ രൂപാന്തരപ്പെടുത്തി കാണിച്ചു കൊടുത്തു. അത് ഗ്ലോറിഫൈ ചെയ്ത് കാണിച്ചു കൊടുത്തു.
അപ്പോൾ മനസ്സിലാക്കണം, ഈ തേജസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവന്റെ തേജസ്സോടുകൂടെ നമ്മുടെ ശരീരം രൂപാന്തരപ്പെട്ട് അതേ തേജസ്സോടുകൂടെ നമ്മളും തേജസ് പ്രാപിക്കണം. അപ്പോൾ തേജസ് പ്രാപിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പിതാവിന്റെ സന്നിധിയിൽ തേജോമയനാകുന്ന പിതാവിന്റെ സന്നിധിയിൽ തന്റെ പ്രിയപുത്രൻ ഇരിക്കുമ്പോൾ അവന്റെ തേജസ്സിനോട് അനുരൂപപ്പെടുന്ന തേജസ് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ പ്രാപിച്ചെടുക്കണം. അത് സമ്പാദിക്കേണ്ടത് ഈ ആയുസ്സിൽ വെച്ചാണ്, ഇവിടെ വെച്ചാണ് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കേണ്ടത്. എങ്ങനെ വില കൊടുത്ത് ഈ ആത്മാവിനോട് പോരാടുന്ന ജീവിതത്തെ ഉപേക്ഷിച്ച് കളഞ്ഞ് ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവശക്തിക്ക് കീഴ്പ്പെടുമ്പോൾ നാം നമ്മുടെ മർത്യ ശരീരത്തിൽ ദൈവ തേജസ്സിനെ വഹിക്കുവാൻ പ്രാപ്തിയുള്ളവരാക്കി തീരും. ഇതിനാണ് കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. നാം തേജസ് പ്രാപിക്കണം, തേജസ് പ്രാപിക്കണം. മനസ്സിലാക്കണം, ജഡത്തിന്റെ തേജസ്സല്ല, ഇത് ആത്മാവിന്റെ തേജസ്, നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുവാനിരിക്കുന്ന ദൈവത്തിന്റെ തേജസ്. ആമേൻ. ആ തേജസ് നാം പ്രാപിക്കുമ്പോഴാണ് നമ്മുടെ ആത്മ മനുഷ്യൻ രൂപാന്തരപ്പെടുന്നത്. ആമേൻ. ഹല്ലേലൂയ. അതിനോടുകൂടെ നമ്മൾ ഒരു വാക്യം, ആ വാക്യം വായിച്ചു നിർത്തി അവിടെ വായിക്കുന്ന അടുത്തത് കൃപയുടെ അല്ല 6 എഫേസ്യർ 2:6 ക്രിസ്തുയേശുവിൽ നമ്മെ കുറിച്ച് 7 വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവരോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗ്ഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗ്ഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പൊ നമ്മ ഇപ്പൊ ഇരുത്തിയിരിക്കുന്ന എവിടെ ഇരുത്തിയിരിക്കുന്നു? നമ്മുടെ ശരീരം ഭൂമിയിലുണ്ട്, നമ്മുടെ ശരീര ഭൂമിയിലുണ്ട്. എന്നാൽ നമ്മുടെ ആത്മാവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് എവിടെയാ? ദൈവ സന്നിധിയിൽ. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞ നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ. അപ്പോൾ നമ്മുടെ വീണ്ടും ജനിപ്പിച്ച് നമ്മെ സ്വർഗത്തിൽ നമ്മുടെ ആത്മാവിനെ ഇരുത്തിയിരിക്കുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ സ്വർഗത്തിന്റെ മകുടമാകുന്ന പ്രിയപുത്രനെ നമുക്ക് നൽകിയതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നാം ഇവിടെ ഇരുന്ന് നമ്മൾ അനുഭവിക്കുന്നത് സ്വർഗത്തിന്റെ മഹത്വമാണ്. അവിടെ ഞൊടിയുടെ നേരം കൊണ്ട് നമ്മെ ഇരുത്തിയിരിക്കുന്ന ഇടത്ത് നാം പ്രത്യക്ഷമാകും. മനസ്സിലാക്കണം, ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മെ ഇരുത്തിയിരിക്കുന്നിടത്ത് നാം പ്രത്യക്ഷമാകുന്ന ദിനം അടുത്തു വരികയാണ്. അതിനുവേണ്ടി നാം തേജസ് പ്രാപിക്കേണ്ടതിനാണ് ജഡത്തിൽ നമ്മൾ ക്രൂശ് വഹിക്കുന്നത്, ജഡത്തിൽ നമ്മൾ കഷ്ടം സഹിക്കുന്നത്. നമുക്ക് വേണമെന്നും ആഗ്രഹിക്കുന്ന മോഹങ്ങളെ ദിനംതോറും ക്രൂശിച്ച് അവന്റെ തേജസ് വെളിപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ കരുതുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര വലിയൊരു ശുശ്രൂഷ, ഇത്ര വലിയൊരു മഹത്വത്തെ നമ്മൾ കാണാതിരിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ വായിച്ച റോമാലേഖനത്തെ നമ്മൾ കുറച്ച് താഴെ വായിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം അതിന്റെ 17 മുതൽ ഒന്ന് വായിച്ചേ. 8:17 മുതൽ റോമർ 8:17 മുതൽ വായിച്ചേ. റോമർ 8 നാം മക്കളെങ്കിലോ അവകാശി എന്ന് പറയുന്നത് എന്താണ്? എന്തിന് അവകാശമാണ്? നമ്മെ ക്രിസ്തുയേശുവിനോട് ഇരുത്തിയിരിക്കുക സ്വർഗത്തിൽ. അപ്പൊ അവിടെ നമ്മൾ അവകാശം പ്രാപിക്കുന്നത്, നമ്മുടെ അവകാശം എന്താണെന്നറിയോ? തേജസ്സാണ് നമ്മുടെ അവകാശം. ആമേൻ. ശരീരത്തിന്റെ രൂപാന്തരം പ്രാപിക്കേണ്ടതിന് തേജസ്സാണ്. സ്വർഗീയ ആത്മീക നന്മകൾ ആത്മാവിന്റെ ഫലമാണ്. അത് നമ്മളിൽ വെളിപ്പെടുവാൻ നമുക്ക് നൽകിയിരിക്കുകയാണ്. അങ്ങനെ ദുഷ്ടലോകത്തിൽ ദൈവ മക്കളായിട്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മളെ വേർതിരിച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ വചനം വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ വായിക്കുന്നത് മക്കളെങ്കിലോ അവകാശികളുമാകുന്നു ദൈവത്തിന്റെ അവകാശികൾ. ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. മനസ്സിലെ ക്രിസ്തു തന്റെ അവസാനത്തുള്ള രക്തം വരെ സഭയ്ക്ക് ഊറ്റി തന്നാണ് അവൻ പോയിരിക്കുന്നത്. ഇനി നമുക്ക് ലോകത്ത് തരാൻ ഭൂമിയിലൊന്നുമില്ല. ഇനി നമുക്ക് തരുവാനിരിക്കുന്ന തേജസ്സിന്റെ ഖനമാണ്. തേജസ്സിന്റെ ഖനം അതാണ് നമുക്ക് കർത്താവ് നൽകുവാനിരിക്കുന്നത്. അത് സ്വർഗത്തിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിലാക്കി വെച്ചിരിക്കുന്നു എന്ന് പൗലോസ് വിശ്വാസത്താൽ പറയുമ്പോൾ നാം ഉയരത്തിലുള്ളത് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മളിലേക്ക് ആ തേജസ് ഇറങ്ങി വരും. എങ്ങനെയാ തേജസ് ഇറങ്ങി വരുന്നത്? ഉയരത്തിലുള്ളത് ചിന്തിക്കുമ്പോൾ സ്വർഗത്തിന്റെ തേജസ് നമ്മളിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആ വായിച്ച വാക്യം നമ്മൾ നോക്കുമ്പോൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ അടുത്ത വാക്യം സ്തോത്രം അവിടെ വായിക്കുന്നത് ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. അടുത്തത് നാം അവനോടുകൂടെ കണ്ട തേജസ്കരിക്കപ്പെടേണ്ടതിന്
അവിടെ ശ്രദ്ധിക്കുക, തേജസ്കരിക്കപ്പെടുമെന്നല്ല പറഞ്ഞു, തേജസ്കരിക്കപ്പെടേണ്ടതിന്. അപ്പോ അത് ചാൻസ് കിടക്കുകയാണ്, അത് സംഭവിക്കണം. അതിന് നമ്മുടെ കൂടെ ഒരു പങ്കാളിത്തം ഉണ്ട്, അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു ഭാഗമുണ്ട്. ഞാൻ എൻ്റെ ശരീരത്തിന്റെ തേജസ്കരണത്തിനായിട്ട് വിൻസെന്റിന്റെ ഒരു പോർഷൻ ഉണ്ട്, എൻ്റെ ഒരു ഭാഗം, എൻ്റെ ഒരു റോള് ചെയ്തു തീർക്കാനുണ്ട് ഈ ഭൂമിയില്. അതെന്താണോ പറഞ്ഞിരിക്കുന്നത്? ആ ഭാഗം എന്താ വായിക്കുന്നത്? തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്ര. അപ്പൊ എന്താണ് കഷ്ടം? അവരോട് ചേരുവാൻ നമ്മൾ സ്നാനപ്പെട്ടു. അടുത്ത ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നടത്തുന്ന റൂട്ടിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് പ്രിയപ്പെട്ട പലതും പ്രിയപ്പെട്ടതല്ലാതാകും. നമുക്ക് മധുരമായിരുന്നതൊക്കെ കയ്പായി തീരും. നമ്മളുടെ ഹൃദയത്തോടും ചാഞ്ഞിരുന്നതൊക്കെ നമുക്ക് വെറുപ്പായി തീരും. അതിനെയൊക്കെ നമ്മൾ ഉപേക്ഷിച്ചു മാറുമ്പോൾ ലോകത്തിൽ നമ്മൾ വേർപെട്ടവരായി തീരും. അപ്പോൾ ലോകം നമ്മളെ ഉപദ്രവിക്കും, ലോകം നമ്മെ പകയ്ക്കും. അത് സഹിക്കാൻ തയ്യാറാകണം. ഇത് ദൈവവചനത്തിന്റെ ഉപദേശമാണല്ലേ. ഇത് അനുഭവിക്കുന്നവന് പോകാം, അല്ലെങ്കിൽ ഇവിടെ കിടക്കാം. മറ്റൊന്നും ഞാൻ പറയുന്നില്ല, മറ്റൊന്നും ഇനി ഞാൻ പറയുന്നില്ല. കാര്യം പറയണ്ട, അതൊക്കെ കുറെ പറഞ്ഞതാ. ഇനി തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിന്റെ രൂപാന്തരത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, ഓരോരുത്തരും വ്യക്തിപരമായ ജീവിതത്തിലാണ് സ്വന്തം പരീക്ഷയിൽ കഷ്ടം സഹിക്കേണ്ടി വരുന്നത്. കഷ്ടമില്ല 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 എന്ന് പ്രസംഗിക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് തന്നെ വളരെ കഷ്ടമാണ്, അല്ലേ? ഹല്ലേലൂയ. അതൊക്കെ കേട്ടോണ്ടിരിക്കുന്നത് തന്നെ വളരെ കഷ്ടമാണ്. കാര്യം അവർ ചതിക്കുകയാണ്. അവർക്ക് ഈ സ്വർഗത്തിലെ നന്മകളെ കുറിച്ചും പ്രാപിക്കുവാനിരിക്കുന്ന ശരീരത്തിന്റെ രൂപാന്തരത്തെ കുറിച്ചും പ്രാപിക്കുന്ന തേജസ്സിനെ കുറിച്ചും അത് വെറുതെ കിട്ടത്തില്ല. അവർ സ്നാനപ്പെട്ടാൽ കിട്ടി, അഭിഷേകം പ്രാപിച്ചാൽ കിട്ടി. നോ 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 നോ. അഭിഷേകവും സ്നാനവും ഒക്കെ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്, പ്രിലിമിനറി സ്റ്റേജേ ആവുന്നുള്ളൂ. ഇത് അഡ്വാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ കഷ്ടം സഹിക്കണം. ഈ കൃപ നിന്നിൽ നിലനിൽക്കാൻ നീ കഷ്ടം സഹിക്കണം. ദൈവത്തിന്റെ കൃപ നിന്നിൽ നിലനിൽക്കാൻ നീ കഷ്ടം സഹിക്കണം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചൊരു ഭാഗമുണ്ട്, എടുക്കണ്ട. അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാമിന്റെ അടുക്കൽ മൂന്ന് ദൂതന്മാര് വന്നു, അല്ലെ? 3 ദൂതന്മാര് വന്നപ്പോൾ അബ്രഹാം എടുക്കണ്ട. അബ്രഹാം ദൂതന്മാരുടെ മുമ്പിൽ നിലത്തോളം കുനിഞ്ഞു. അവരെ വന്ദിച്ചതിന് ശേഷം അവരെ ഒരു എന്ത് ചെയ്തു? ഒരു മരത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന് തണലുള്ളിടത്ത് ഇരുത്തി അവർക്ക് ഭക്ഷിക്കാനായിട്ട് കൊടുത്തു. എന്ത് മനസ്സിലായിരുന്നെന്ന് മനസ്സിലാകുന്ന വന്ന 3 ദൂതന്മാർക്ക് അബ്രഹാം ബാർബിക്യൂ ഉണ്ടാക്കി കൊടുത്തുന്നുള്ളതാണോ ദൂത്? എന്നതാ പറയുന്നത്? മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വന്നത് ദൈവത്തിന്റെ ദൂതന്മാരാണെങ്കിൽ അവരെ തണലിൽ ഇരുത്തുവാൻ നമ്മൾ റെഡിയാകണം. നമ്മുടെ ജീവിതത്തിൽ കൃപയിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ, ദൈവത്തിന്റെ അഭിഷേകം നമ്മൾ നിലനിൽക്കേണ്ടതിന് നമ്മൾ കൃപയിൽ അവന്റെ തണലിൽ ഇരിക്കുവാൻ തയ്യാറായ മതിയാകും. അവന്റെ തണലിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ നിന്ന് മാറുക, അതിന് ഇടയാക്കരുത്. ആ ദൂതന്മാര് വന്ന് നിന്നപ്പോൾ അവരെ നിർത്താതെ ഇരുത്താൻ റെഡിയായി. ഇതുപോലെ അഭിഷേകം പ്രാപിച്ച നീ, ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കേണ്ടതിന് നിന്റെ ജഡത്തിൽ നീ കഷ്ടം സഹിക്കേണ്ടതായിട്ട് വരും. ആമേൻ. പല കാര്യങ്ങൾ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രസാദിക്കുവാൻ അനുനിമിഷം പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രസാദിക്കുവാൻ തക്കവണ്ണം നീ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് കഷ്ടം സഹിക്കുന്നതായി തീരും. വായിച്ചാട്ടെ, തുടർന്ന് വായിച്ചാട്ടെ. കഷ്ടം അനുഭവിച്ചാലത്രേ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പൊ മനസ്സിലാക്കണം, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന ഒത്തിരി കഷ്ടങ്ങളുണ്ട്. എന്നാൽ ഇന്ന് മറ്റു ചിലര് പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ കഷ്ടം മാറാൻ പ്രാർത്ഥിച്ചോ എന്നാ. പ്രാർത്ഥിച്ചാൽ മാറത്തില്ല. നീ ദൈവത്തിന്റെ പ്ലാനിൽ പെട്ടതാണെങ്കിൽ കഷ്ടം സഹിച്ചേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ഉടനെ മാറുന്ന അതൊക്കെ നമ്മൾ മാറാൻ വേണ്ടി അല്ല. ചിലർക്ക് രോഗമായിട്ട് കഷ്ടങ്ങൾ വരും, ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് കഷ്ടങ്ങൾ വരും, ചിലർക്ക് മറ്റു പല പീഡകളായിട്ട് കഷ്ടങ്ങൾ വരും, മറ്റു പലമായ വൈരികളും വിരോധങ്ങളും ശത്രുക്കളായിട്ട് കഷ്ടങ്ങൾ വരും. അതെല്ലാം കർത്താവിന്റെ നാമം ധരിച്ചതിന് ശേഷമാ ഇതെല്ലാം സഹിച്ച് ഇതെല്ലാം വഹിച്ച് നമ്മൾ തേജസ്സിനായിട്ട് കാത്തിരുന്നാൽ മാത്രമാ ശരീരത്തിന്റെ രൂപാന്തരം നടക്കത്തുള്ളൂ. ആമേൻ. അത് നടന്നാൽ മാത്രമാ നമ്മൾ ഈ ഓടുന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ആമേൻ. നമ്മൾ വായിച്ച വാക്യം അതിൽ തുടർന്ന് വായിക്കുമ്പോൾ അടുത്തത് നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് അതിന് 18 എങ്ങോട്ടാ പോകുന്നത്?
നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ആ. ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അടുത്ത വാക്യം. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ഇന്ന് സകല ഇപ്പൊ എന്താ പറയാ, സകല മയക്കുമരുന്നും അടിച്ചവനിൽ റോട്ടിൽ കൂടെ നടക്കും, കൊലപാതകം ചെയ്യുന്നവർ വഴി കൂടെ നടക്കും, പീഡനം നടത്തിയവർ വഴികൾ നടക്കും, പിടിച്ചുപറിക്കാര് കൊള്ളക്കാര് സകല വിധക്കാരും സ്വതന്ത്രം ഇന്ന് സമൂഹത്ത് നടക്കുകയാണ്. ഭൂമി ഒരു രീതിയിലും പ്രതികരിക്കുന്നില്ല. തീരെ ഗതികെട്ട് കഴിയുമ്പോഴൊക്കെ ചില ചെറിയ പ്രകൃതിക്ഷോഭമൊക്കെ ഒന്ന് കാണിക്കുന്നത്. എന്നിട്ടും ഈ ദുഷ്ടന്മാരെ എല്ലാം വഹിച്ചോണ്ട് ഈ ഭൂമി അനങ്ങാതെ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഭൂമിക്ക് ജീവനില്ലെന്ന്. അല്ല, ഈ ഭൂമി സകല ദുഷ്ടന്മാരെ കുടഞ്ഞു കളയുന്ന ഒരു ദിവസം വരുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാ ഇന്നത് ചെയ്യാത്തതെന്നറിയാവോ? ഇതാണ് ആ വാക്യം. ഈ വാക്യമാണ് അതിന് കാരണം. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഈ സൃഷ്ടി, ഈ ഭൂമിയും ഭൂമിയിലുള്ള സകല സൃഷ്ടികളും ദൈവപുത്രന്മാരുടെ വെളിപ്പാട്. അതായത് ദൈവപുത്രന്മാർ ആരാണ്? നമ്മൾ ഓരോരുത്തരും. നമ്മൾ എന്ന് പറഞ്ഞാൽ സ്വത്രം അഭിഷേകം പ്രാപിച്ച് വീണ്ടും ജനനം പ്രാപിച്ച് ജഡത്തിൽ കഷ്ടം സഹിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ശരീരത്തിന്റെ രൂപാന്തരത്തിനായിട്ട് കാത്തിരിക്കുന്നവർ. അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് കൃപാവര ശുശ്രൂഷയും പ്രവചനം ചെയ്തു മറ്റൊരു വഴി കൂടെ പോകുന്നവരുണ്ട്. എന്നാൽ ഒറിജിനൽ ഏതാണെന്നറിയാമോ? പ്രാപിച്ച അഭിഷേകം നമ്മുടെ ശരീരത്തിന്റെ രൂപാന്തരത്തിന് വേണ്ടിയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് കഷ്ടം സഹിക്കുവാനും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന മറ്റൊരു കാറ്റഗറി ഉണ്ട്. അവരുടെ പേരാണ് വിശുദ്ധന്മാർ. അവരെ കുറിച്ചാണ് ദൈവപുത്രന്മാർ എന്ന് പറയുന്നത്. അവരുടെ രൂപാന്തരത്തിന് വേണ്ടിയാണ് ഭൂമി കാത്തിരിക്കുന്നത്. വായിച്ചേ. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാട്. ദൈവപുത്രന്മാരുടെ വെളിപ്പാട്. വെളിപ്പാട് റിവീൽ ചെയ്യുക. നമ്മളെ റിവീൽ ചെയ്യുന്ന ഒരു ദിവസം വരും. നമ്മളെ റിവീൽ ചെയ്യും. നമ്മെ നോക്കുമ്പോ തന്നെ നമുക്ക് പ്രത്യേകിച്ചുള്ളൂ, പുറമെ കാണത്തക്ക പ്രത്യേകതയൊന്നുമില്ല. എന്നാൽ നമ്മെ വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. ഈ മൺകുട ഉടയുന്ന ഒരു ദിവസമുണ്ട്. ഇതിൽ നിന്ന് തേജസ് പ്രാപിച്ച ശരീരവുമായി നമ്മൾ അക്കരെ നാട്ടിലേക്ക് പോകുന്ന ഒരു ദിവസമുണ്ട്. ഇത് ഈ സൃഷ്ടി കൂടെ, ഈ ഭൂമി കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമി ആരെ നോക്കുന്ന സ്വതന്ത്രം ആളെ 2 വയസ്സും 3 വയസ്സും ഉള്ള പിള്ളാരെ പീഡിപ്പിക്കുന്നവനെയല്ല ഭൂമി നോക്കൊണ്ടിരിക്കുന്ന ആളെ വ്യഭിചരിക്കാൻ നടക്കുന്നവനെ നോക്കൊണ്ടല്ല, കൊലപാതകം ചെയ്തിട്ട് ഒരു ഉടുപ്പില്ലാതെ ഇടയ്ക്ക് നടക്കുന്നവന്മാരെ കണ്ടിട്ടല്ല. പിന്നെ ആരെയാണ് ഈ ഭൂമി നോക്കി നിൽക്കുന്നതെന്നറിയാമോ? ശരീരത്തിന്റെ രൂപാന്തരം പ്രാപിക്കേണ്ട വിശുദ്ധന്മാർ എപ്പോൾ ഈ ഭൂപരപ്പ് വിട്ട് ഉയരും അതിനായിട്ട് സൃഷ്ടി നോക്കിയിരിക്കുകയാണ്. അതാണ് ഈ വാക്കിന്റെ അർത്ഥം. വായിച്ച വാക്ക് ഒന്നുകൂടെ വായിച്ചേ. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കണ്ട ആകാംക്ഷയോടെ. അതായത് ഇവിടെ നിന്ന് നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ ആത്മാവിന്റെ നിറവിൽ നമ്മുടെ ശരീരത്തെ നിയന്ത്രിച്ച് നമ്മൾ ഇരിക്കുന്ന വീടും പശ്ചാത്തലവും സഹോദരൻ അന്നും നോക്കാതെ സഹോദരൻ നമ്മൾ ആ തേജസ്സും പ്രാപിച്ച് ഒരുങ്ങുന്നത് ഈ ഭൂമി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് കാഹളം ധ്വനിക്കുമ്പോൾ ഒരുക്കപ്പെട്ടവർ സ്തോത്രം തേജസ് പ്രാപിച്ച് ഉയരുമ്പോൾ ഭൂമി സന്തോഷിക്കും. നാളിതുവരെയും ഈ വിശുദ്ധന്മാരുടെ പാദസ്പർശം ഏൽക്കുവാൻ തക്കവണ്ണം ഭൂമി സന്തോഷിച്ചു. അനേക ദുഷ്ടന്മാരുടെ കാൽപ്പാടുകൾ ഭൂമിയുടെ മേൽ പതിഞ്ഞപ്പോഴും അത് കാര്യമാക്കാതെ ഒരു പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്റെ കാൽപ്പാടുകൾക്ക് വേണ്ടി ഈ ഭൂമി കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അതിൽ ഞാനും നീയും ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് ഈ ഭൂമി അതിൽ ഞാൻ നെടുവീർപ്പിട്ടിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനയെ ഈ സൃഷ്ടി അനുസരിച്ചിരിക്കുക. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നും വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം. കണ്ടോ, ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത് തേജസ്സ, മറ്റൊന്നുമല്ല വരേണ്ടത് തേജസ്സാണ്. ഈ തേജസ്സിന് തടസ്സം നമ്മളിലെ പാപം തന്നെയാണ്. അത് എണ്ണി അത് പറയണം. അതിനെ നമ്മൾ ഉപേക്ഷിക്കണം. അതിനെ എതിർത്ത് സംസാരിക്കണം. അതിന് വിരോധമായി കൽപ്പനകൾ പുറപ്പെടണം. അത് പരിശുദ്ധാത്മാവിലെ സംഭവിക്കത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ദൈവാത്മാവിന്റെ കൃപയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം.
ഇത് സംഭവിക്കുന്നത് വരെയും ഈ സൃഷ്ടി ഇവിടെ ഞരക്കത്തോടെയാണ് ആയിരിക്കുന്നത്. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് ഈ സൃഷ്ടി ഇങ്ങനെ ആയിരിക്കുന്നത്. സഹോദരൻ, ഈ ലോകം ഇങ്ങനെ നിൽക്കുമ്പോൾ സകല ദുഷ്ടത പ്രവർത്തിക്കുന്നവനും പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ ദുഷ്ടനാണ്, ദൈവം എവിടെ പോയി? ഹല്ലേലൂയ സഹോദരൻ, ദൈവം എവിടെ പോയി? ഞാൻ പറയുന്ന ഓരോ കാര്യത്തിന് പ്രതികരിക്കാത്തത് എന്താ, എതിർക്കാത്തത് എന്താ, എഴുന്നേറ്റ് വരാത്തത് എന്താ, ഞാൻ അവനെ ഇവിടെ ഉപദ്രവിച്ചപ്പോൾ നിന്റെ ദൈവം എവിടെ പോയി എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ ഈ ഭൂമി അനങ്ങാതിരിക്കുന്നത് ഇവിടെ ഒരു കൂട്ടം വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കുവാനുണ്ട്. ഭൂമി നോക്കി നിൽക്കുകയാണ്. ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്ന തേജസ് പ്രാപിച്ചവർ ദൈവസന്നിധിയിൽ പോകുവാൻ രൂപാന്തരം പ്രാപിക്കുന്നതോടുകൂടെ ഭൂമിയും മനുഷ്യനുമായിട്ടുള്ള ബന്ധം അവിടെ വിച്ഛേദിക്കുകയാണ്. അതായത് വിശുദ്ധനും ഭൂമിയുമായിട്ടുള്ള ബന്ധത്തിലാണ് നീ ആയിരിക്കുന്നത്. ആ വിശുദ്ധൻ ദൈവത്തിന്റെ ഓഹരി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ദുഷ്ടന്മാരെ കുടഞ്ഞു കളയും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഭൂമി കാത്തിരിക്കുന്നത്. ആളെ പാപം ചെയ്ത് മുന്നേറുന്നവന്റെ പാപം പിടിച്ചു നിർത്തുകയല്ല, അവരോട് വീണ്ടും ജനിച്ച് രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച് അഭിഷേകം പ്രാപിച്ച് വചനം അനുസരിച്ച് രൂപാന്തരം പ്രാപിക്കുന്നതൊക്കെ വേണം. ഉത്സാഹിക്കണം, അധ്വാനിക്കണം, കഷ്ടം അനുഭവിക്കണം, ഇത് പ്രസംഗിക്കണം, ഇത് കേൾക്കണം, അനുസരിക്കണം. ആമേൻ. വായിച്ചാണ് സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നും വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല, ഇവിടെ ശ്രദ്ധിക്കണം, മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. ഇതിനെ കീഴ്പ്പെടുത്തിയ ഒരു നാമമുണ്ട്, യേശു ക്രിസ്തുവിന്റെ നാമം. സ്വർലോകർ, ഭൂലോകർ, അധോലോകരുടെ എല്ലാവരുടെ മുഴങ്കാൽ മടങ്ങും. അവൻ അധോലോകത്തിലേക്ക് ഇറങ്ങി തന്റെ ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിൽ കൊണ്ടുപോയി ദാനങ്ങളെ കൊടുത്തു. പിശാചിന്, നരകത്തിന്റെ അധിപതിയാകുന്ന പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ തന്റെ കൈവശമുണ്ട്, ക്രിസ്തുവിന്റെ കൈകളുണ്ട്. അവൻ ഈ സർവത്തെയും ജയിച്ചവനാകെ അവൻ കൽപ്പിച്ചു, എന്റെ രൂപത്തോട് അനുരൂപപ്പെടുന്ന ഒരു കൂട്ടർ ഇവിടെ എഴുന്നേൽക്കുന്നത് വരെയും ഭൂമിയെ, ആകാശമേ, സൃഷ്ടികളെ ശാന്തമായി അടങ്ങി പാർക്ക. ഞാൻ കാഹളധ്വനികൾ ഭൂമിയിലുള്ള വിശുദ്ധന്മാർ എഴുന്നേൽക്കുകയും ഭൂമിയിൽ മരിച്ച സ്വസ്ഥതയിലായിരിക്കുന്ന വിശുദ്ധന്മാരുണ്ട്. അവർ രൂപാന്തരം പ്രാപിച്ച് ഒരുമിച്ച് കർത്താവിന്റെ ഏർക്കും വരെയും ചേർക്കും വരെയും സർവ സൃഷ്ടിയെ നിങ്ങൾ ശാന്തമായിരിക്കുവാൻ ക്രിസ്തുവിന്റെ കൽപ്പനയാലാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. കാര്യം ന്യായവിധി എല്ലാം പിതാവ് പുത്രനാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് കാരണം. വായിച്ചേ അടുത്ത. സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോടോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നാം ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ ശരീരത്തിന്റെ ഈ ശരീരത്തിന്റെ ഈ രോഗമുള്ള പ്രശ്നമുള്ള എല്ലാ പ്രശ്നങ്ങളും ഉള്ള ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ ഇപ്പൊ പുത്രത്വം വന്നിട്ടില്ല. വന്നിട്ടുണ്ടോ? ഇപ്പൊ പുത്രത്വം വന്നിട്ടില്ല. നാം ദൈവരൂപം, ദൈവത്തിന് അനുരൂപമാകണം. ഹല്ലേലൂയ. ക്രിസ്തുവിന് തുല്യമായി നമ്മൾ അതേ തേജസ് പ്രാപിച്ചു രൂപാന്തരപ്പെടണം. വായിച്ചേ. പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണം, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കണ്ടോ, കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. അവിടെ വായിക്കും, നമുക്കൊരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 17-18 അല്ലെങ്കിൽ 16 മുതൽ 16, 17, 18 വായിച്ചേ. നിർത്താം, സമയം പോയി. ഹല്ലേലൂയ. 2 കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 16, 17, 18 വാക്യങ്ങൾ. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. ഇവിടെ ശ്രദ്ധിക്കണം, രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരും ക്രിസ്തുവിലേക്ക് തിരിഞ്ഞപ്പോൾ നമ്മുടെ മുമ്പിൽ നിന്നൊരു മൂടുപടം മാറിപ്പോയി. ആമേൻ. ഇത് മോശയെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് എഴുതുകയാണ്. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് ജനത്തോട് സംസാരിച്ചപ്പോൾ ജനം ഭയപ്പെട്ടു. കാര്യം മോശയുടെ മുഖത്തിലെ തൊലി പ്രകാശിച്ചു. പ്രകാശിച്ചിട്ട്
ജനത്തോട് മോശ സംസാരിച്ചപ്പോൾ ജനം ഇത് കണ്ട് ഭയപ്പെട്ടു പോയി. കാര്യം ആ പുസ്തകത്തെ തേജസ് പ്രാപിച്ച ഒരു മനുഷ്യന്റെ രൂപാന്തരം പ്രാപിച്ചിട്ടില്ല, ത്വക്ക് പ്രകാശിച്ചെന്ന് മാത്രമേ ഉള്ളൂ. രൂപാന്തരം നമ്മുടെ പറഞ്ഞിട്ടില്ല, ത്വക്ക് പ്രകാശിച്ചെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ത്വക്ക് പ്രകാശിക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോഴേ ആരും ഭയപ്പെട്ടു പോയി. ശ്രദ്ധിക്കണം, ആര് ഭയപ്പെട്ടു പോയി? ഇസ്രായേൽ മക്കളെല്ലാം കണ്ടു പേടിച്ചു പോയി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ജനമെല്ലാം കൂടെ പറഞ്ഞു, ഇനിയൊരു കാര്യം ചെയ്യുക, നീ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഞങ്ങളോട് അറിയിക്കണം, ഞങ്ങളത് കേൾക്കാൻ റെഡിയാണ്. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, അരുളപ്പാട് കേട്ടോളാം, ചെവി കൊണ്ട് കേട്ടോളാം, പക്ഷെ നിന്റെ മുഖം മാത്രം ഞങ്ങളെ കാണിക്കരുത്. അതുകൊണ്ട് നീ മുഖത്തൊരു മൂടുപടം, ഒരു വെയിൽ ഇട്ട് അത് മറയ്ക്കണം, നിന്റെ മുഖം മറയ്ക്കണം. അങ്ങനെ നിന്റെ മുഖം കാണുമ്പോഴുള്ള ഭയം ഞങ്ങളിൽ നിന്ന് വിട്ടിട്ട് നിന്റെ ശബ്ദം ഞങ്ങൾ കേട്ടുകൊള്ളാം. അങ്ങനെ വരുമ്പോഴൊക്കെ ഇവിടെ കാണുന്നത് എന്താണ്? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ന്യായപ്രമാണം വായിക്കുമ്പോഴൊക്കെയും ഇതേ മൂടുപടം ഇസ്രായേൽ മക്കളുടെ ഹൃദയത്തിൽ കിടക്കുകയാണ്. ശ്രദ്ധിക്കണം, ക്രിസ്തുവിലേക്ക് വരാത്ത എല്ലാവരുടെയും ഹൃദയത്തിൽ ഇതുപോലെ പാപത്തിന്റെ ഒരു മൂടുപടമുണ്ട്. ഹൃദയത്തിൽ ഇത് ഇന്നും മനസ്സിലാക്കണം. വീണ്ടും ജനനം പ്രാപിക്കാത്തവന്റെ ഹൃദയത്തിലും ഇതുപോലൊരു മൂടുപടം കിടപ്പുണ്ട്. പാപം ഏറ്റു പറയുന്നില്ല. ക്രിസ്തുവിലേക്ക് വരാത്ത ഒരുവന്റെ ഹൃദയത്തിൽ ഇതുപോലെ മൂടുപടം കിടക്കുകയാണ്. ആമേൻ. എന്നാൽ ഈ വാക്യം വളരെ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ന്യായപ്രമാണത്തെക്കുറിച്ചോ മോശയെക്കുറിച്ചോ ന്യായപ്രമാണം വായിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ വീട് കിടക്കുന്ന സ്തോത്രം ഹാളലി ആ മൂടുപടത്തെ കുറിച്ചല്ല. അവർ ന്യായപ്രമാണം വായിക്കുമ്പോഴെല്ലാം ന്യായപ്രമാണത്തിൽ നീതിയുണ്ടെന്ന് വിചാരിച്ചാണ് അവർ വായിക്കുന്നത്. ഇല്ല, നീതീകരണം ക്രിസ്തുയേശുവിലൂടെ മാത്രമേ വരുന്നുള്ളൂ. അതവർ ഗ്രഹിക്കാതെയാണ് ന്യായപ്രമാണത്തെ വീണ്ടും മുറുകെ പിടിച്ചുകൊണ്ട് അതിലൂടെ വായിക്കുന്നതിലൂടെ അറിയുന്നതിലൂടെ എവിടെയോ നീതീകരണം ഒളിഞ്ഞു കിടക്കുന്നു വിചാരിച്ചു വായിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ വിശ്വാസത്തെ കണ്ടിട്ടാണ് പൗലോസ് പറയുന്നത് അവരുടെ ഹൃദയത്തിൽ വീണ്ടും മൂടുപടം കിടക്കുകയാണ്. അപ്പോൾ ആ മൂടുപടം നമ്മൾ ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും മാറുകയാണ്. ആമേൻ. നമ്മുടെ ഹൃദയത്തിൽ മേൽ കിടന്ന മൂടുപടമുണ്ട്, പാപത്തിന്റെ മൂടുപടം, ആദാമി ശാപത്തിന്റെ മൂടുപടം നമ്മുടെ ഹൃദയത്തിൽ നിന്നും മാറി. അത് മാറിയതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിനെ കാണുവാൻ ഇടയായിത്തീരുന്നത്. ആ ഭാഗം വായിച്ചേ. കർത്താവിലേക്ക് തിരിയുമ്പോൾ സ്തോത്രം 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 16 കർത്താവിലേക്ക് തിരിയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണേ. നീങ്ങിപ്പോകും, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിലേക്ക് തിരിയുമ്പോൾ, മലയാളം അറിയത്തില്ലേ? അവിടെ വായിക്കുന്ന കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങി ക്രിസ്തുവിലേക്ക് തിരിയണം. ആമേൻ. ക്രിസ്തുവിലേക്ക് തിരിയണം. ക്രിസ്തുവിലേക്ക് തിരിയുമ്പോഴാണ് മൂടുപടം മാറുന്നത്. ആമേൻ. ഹല്ലേലൂയ. അടുത്തത് ശ്രദ്ധിക്കണം. കർത്താവ് ആത്മാവാകുന്നു. ഇത് നമുക്ക് എടുക്കാൻ സമയമില്ല. പക്ഷെ മറ്റൊരു ഭാഗത്ത് ഞാൻ അഭിവാദത്തിന്റെ കാര്യം പറയാം. പ്രായലേഖനം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്നെ സ്തോത്രം തന്റെ വിശുദ്ധ രക്തവുമായിട്ട് ദൈവാലയത്തിലേക്ക് തികവും വലിപ്പമുള്ള ആലയത്തിലേക്ക് തന്റെ രക്തവുമായിട്ട് പ്രവേശിച്ചു. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് അതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവിനെ കുറിച്ച് മറ്റൊരിടത്ത് എബ്രായ ലേഖനത്തിനകത്ത് പറയുന്ന ഒരു ഭാഗം നമ്മൾ കാണിച്ചത് സ്തോത്രം തിരശീലയ്ക്കകത്തേക്ക് കയറുന്നതും ആകുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആമേൻ. സ്തോത്രം. അതായത് അത് ആ ഭാഗം വായിക്കുമ്പോൾ അതെന്താ ഉദ്ദേശിക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതിന്റെ 6-ാം അധ്യായം, എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം അല്ലെങ്കിൽ 18-19 വായിച്ചേ. 18, 19, 20. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന് നാം മാറിപ്പോകാത്തതും ദൈവത്തിന് പോഷ്കു പറയുവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. കാര്യങ്ങൾ ശക്തിയുള്ളതും പ്രബോധനം പ്രാപിക്കുവാനും ഇടവരുന്നു. അതായത് ശക്തിയുള്ള 2 പ്രധാനപ്പെട്ട കാര്യമാണ്. ആ 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അതിന്റെ 19-ാം വാക്യം. ആ പ്രത്യാശ, ശക്തിയുള്ള കാര്യം ഏതാണ് പറയുന്നത്? ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം. നങ്കൂരം എന്താ? കപ്പലിൽ സൂക്ഷിച്ചിരിക്കുന്ന നങ്കൂര ആങ്കർ ഇട്ട് കഴിഞ്ഞാൽ അത് കടലിന്റെ അടിത്തട്ടിൽ ചെന്ന് സ്വതം അതവിടെ അടിയും അല്ലെ. അങ്ങനെ കപ്പൽ ഇളകാതിരിക്കും. അപ്പോൾ അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കപ്പലിൽ നിന്ന് വെള്ളത്തിലേക്ക് ഊളിയിട്ട് ഇറങ്ങണം. ഇതുപോലെ സ്വർഗത്തിലേക്ക് ഊളിയിട്ട് കയറുന്ന
ഒരു പദ്ധതിയാണ് സ്തോത്രം ഈ പരിശുദ്ധാത്മാവിലൂടെ നടക്കുന്നത്. സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അപ്പോൾ നങ്കൂരം എങ്ങനെ വെള്ളത്തിലൂടെ പോകുന്നു, ഇങ്ങനെയാണ് നമ്മെ സ്തോത്രം ആളെ നേടിയെടുത്ത പരിശുദ്ധാത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നത്. അതിനെക്കുറിച്ച് ഒരു നങ്കൂരം തന്നെ അവിടെ പറയുന്നത്, അവിടെ വായിക്കുന്നത് വെച്ചിട്ടുള്ള സ്തോത്രം, അവിടെ വായിക്കുന്നത് ഒരു നങ്കൂരം തന്നെ. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൽ ഒരു നങ്കൂരം തന്നെ. അടുത്തത് അത് നിശ്ചയവും സ്ഥിരവും. കണ്ടോ, പ്രധാനപ്പെട്ട ഇവിടെ അപ്പോസ്തലൻ ഇവിടെ പറയുന്ന കാര്യമാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. നിശ്ചയമുള്ളതാണ്, സ്ഥിരതയുള്ളതാണ്. അടുത്തത് പ്രധാനപ്പെട്ട വാക്യം, തിരശീലയ്ക്കകത്തേക്ക്. തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതാണ്. എവിടെയാണ് തിരശീല? ഇത് സ്വർഗത്തിലാണ്. ആമേൻ. നാം തിരശീലയ്ക്ക് പുറത്ത് നിൽക്കുന്നവരായിരുന്നു. നാം ഇതുമായിട്ട് ബന്ധമില്ലാത്തതായിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം ലഭിച്ചു, പക്ഷെ ജീവിപ്പിക്കുന്ന ഒരു പ്രമാണം ഇസ്രായേലിൽ ലഭിച്ചില്ല. അപ്പോൾ ജീവിപ്പിക്കുന്നവനായി ആത്മാവായി തീർന്ന ഒരുവൻ ക്രിസ്തു സ്വർഗ മഹത്വം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകി പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയപ്പോൾ മനസ്സിലാക്കണം, ക്രിസ്തു കയറിപ്പോയ ഇടത്തിലേക്ക്, ആ തിരശീലയ്ക്കകത്തേക്ക് പുത്രനാകുന്ന യേശു ക്രിസ്തു തന്റെ രക്തവുമായിട്ട് കടന്നുപോയി. അതേ ഇടത്തിലേക്കാണെന്ന് ഓർക്കണം. ഞാനും നിങ്ങളും എന്ന് ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വില കൊടുത്ത് വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്നവരെ അതേ തിരശീലയ്ക്കകത്തേക്ക് കൊടുക്കുവാനാണ് പരിശുദ്ധാത്മാവ് കടന്നു വന്നിരിക്കുന്നത്. അവിടെ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വായിക്കുന്നത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. 20-ാം വാക്യം, അവിടേക്ക് കണ്ടോ, അവിടേക്ക് കർത്താവായ യേശു ക്രിസ്തു മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അതായത് നാം മരിച്ചു കഴിയുമ്പോൾ സ്വതം ഹാളലിയ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ട് മരണം വഴിയായി മാറ്റപ്പെട്ടു പോയ അനേക വിശുദ്ധന്മാരുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടുന്ന സമയത്ത് നമ്മളെ കൊണ്ടുപോകാൻ ദൈവത്തിന്റെ ദൂതന്മാർ വരും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെ സ്വർഗ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ തിരശീലയ്ക്കകത്തേക്ക് നമുക്ക് മുമ്പേ ഒരുവൻ കടന്നുപോയി. അവൻ ആരാണ്? നമുക്ക് മഹാപുരോഹിതനാണ്. അവൻ മഹാപുരോഹിതനെ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. നാം ഭൂമിയിൽ ആയിരുന്നപ്പോൾ തന്നെ നമുക്ക് മറുപടിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഗുണകരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി സംസാരിക്കുന്നവൻ നമുക്കൊരിടം ഒരുക്കേണ്ടതിന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം, തിരശീലയ്ക്കകത്തേക്ക് പ്രവേശിക്കണം. അങ്ങനെയെങ്കിൽ ഇതിനൊക്കെയും എന്നെ പ്രാപ്തമാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്നെ അവന്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം അവൻ ഒരിക്കലായി പ്രവേശിച്ച് എന്നേക്കുമുള്ള പ്രവേശനം സാധ്യമാക്കിയെങ്കിൽ ഈ ശരീരം വിട്ടാൽ ആ തിരശീല കടന്ന് അക്കരെ നാട്ടിൽ പ്രവേശിക്കുവാനാണ് ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരേണ്ടത്. സ്വർഗത്തിലും ഇതുപോലെ ഒരു കത്തീഡ്രൽ ഉണ്ട്. ഇച്ചിരി കൂടെ പച്ചയ്ക്കായിട്ട് പറഞ്ഞാൽ ആളുകളെ കെ തോമസ് സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗത്തിലും ഒരു കത്തീഡ്രൽ ഉണ്ട്. ആളുകളെ ആ കത്തീഡ്രൽ അതിവിശുദ്ധ സ്ഥലത്താണെന്ന് ഓർക്കണം. കാലലിയ കർത്താവായ യേശു ക്രിസ്തു ഇരിക്കുന്നത് അങ്ങോട്ടാണ്, തന്റെ രക്തവുമായിട്ട് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് അവരോടുകൂടെ ഇരിക്കുവാനാണ് എനിക്കും നിങ്ങൾക്കും വിളി വന്നിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാകണം, കഷ്ടം സഹിക്കുവാൻ തയ്യാറാകണം. കഷ്ടം സഹിക്കുവാൻ നാം തയ്യാറാകണം. അപ്പോൾ നമ്മൾ വായിച്ച പ്രായലേഖനം നമ്മൾ വായിച്ചു, നമുക്ക് വേണ്ടി മുമ്പ് കൂട്ടി അവൻ പ്രവേശിച്ചിരിക്കുന്നു. നമ്മൾ വായിച്ച കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. അപ്പോൾ ശ്രദ്ധിക്കണം, എന്താ നടക്കുന്നത്? നമ്മെ ഈ ഭൂമിയിൽ ഒരുക്കിക്കൊണ്ടിരുന്നിട്ട് നമ്മെ സ്വർഗത്തിൽ കൊണ്ടുചെല്ലുമ്പോൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കർത്താവിന്റെ അതേ തേജസ് കണ്ണാടിയിൽ റിഫ്ലക്ട് ചെയ്ത് അടിക്കുന്നത് പോലെ നമ്മളിലായി തീരണം. ആമേൻ. കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നത് പോലെ ഞാനും നിങ്ങളുമായി തീരണം. അതാണ് കർത്താവിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി. അവിടെ വായിക്കുന്ന എന്താണ്? കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായ അപ്പൊ ആത്മാവ് വന്നാൽ മാത്രമേ തേജസ്സുള്ളൂ.
പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രമേ തേജസ്സുള്ളൂ. പരിശുദ്ധാത്മാവിന് നമ്മൾ നടത്തുമ്പോൾ നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുകയാണ്. ഇത് ഹൃദയത്തിൽ നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുകയും ഈ തേജസ്സിനെ നമുക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കണം, നമ്മൾ തേജസ്സിന്റെ കനം പ്രാപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് പുറത്തുള്ളവർ കാണുന്നില്ല. അത് ഈ ലോകത്തിന് അനുരൂപമല്ല ഈ തേജസ്. അതുകൊണ്ട് മനസ്സിലാക്കണം, നമുക്ക് ഇത്ര വലിയ ഒരു രക്ഷയാണ് നമുക്ക് കർത്താവ് ഒരുക്കി നൽകിയിരിക്കുന്നത്. അവിടെ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുക. നാം സ്വാതന്ത്ര്യം പ്രാപിക്കുക. ആത്മാവിൽ നാം സ്വാതന്ത്ര്യം പ്രാപിച്ച് നമ്മൾ അക്കരെ നാട്ടിൽ എത്തുവാനായിട്ട് നമ്മൾ റെഡിയായേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവിടെ വായിക്കുന്നത് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിന്റെ 8-ാം അധ്യായത്തിന്റെ അകത്ത് വായിക്കുന്നത് സ്തോത്രം, 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 സ്തോത്രം. അതിന്റെ സ്തോത്രം, സ്തോത്രം. അതിന്റെ 8:24 പ്രത്യാശാലല്ലോ നാം സ്തോത്രം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല. ഒരുത്ത കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത്, നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നത്, അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അതായത് മനസ്സിലാക്കണം, സ്വർഗത്തിൽ നമ്മുടെ പുത്രനാകത്ത യേശുക്രിസ്തു സ്വർഗത്തിലുണ്ട്. അവനാണ് നമ്മുടെ സമ്പത്ത്. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ അവിടെ ഒരു കോണിൽ ഇങ്ങനെ അവിടെ വലിയൊരു ഫോർട്ട് നോക്സ് പോലെ വലിയൊരു സ്വർണ്ണഖാനി അല്ലെങ്കിൽ സ്വർണം കൂട്ടി വെച്ചിരിക്കുന്ന ഒരു വലിയ റിസർവ് അല്ല ഒരു റിസർവ് അല്ലെങ്കിൽ ഒരു വലിയൊരു ട്രഷറി ഉണ്ടെന്നല്ല ചിന്തിക്കേണ്ടത്. അവർ സ്വർഗത്തിൽ നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്, വേറെ ആരുമല്ല. കാരണം സർവ്വ സൃഷ്ടിയും ക്രിസ്തുവിലാണ് ഒന്നായി തീരുവാൻ പിതാവ് പദ്ധതിയിട്ടത്. നമുക്ക് ഏക മഹാപുരോഹിതനും നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമുക്ക് ആദിജാതനുമായി തീർന്നത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ പോകുമ്പോൾ അവിടെ കൂട്ടിയിരിക്കുന്ന സ്വർണം കാണാനോ അല്ലെങ്കിൽ രത്നങ്ങൾ കാണാനോ ഇങ്ങനെ ഒരു മാനസികാവസ്ഥ ഇരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോകില്ല. കാര്യം സ്വർഗത്തിൽ ക്രിസ്തുവാണ് നിനക്ക് തേജസ് നൽകിയത്. അവൻ ഇരിക്കുന്നിടത്തോളം, അവന്റെ തേജസ് നിലനിൽക്കുന്നിടത്തോളം ഞാനും തേജസ്സിലാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ, നമ്മളെ വീണ്ടെടുത്തതാണ്. നാം വീണ്ടെടുപ്പിനായി കർത്താവിന്റെ സന്നിധിയിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നാം സ്വാതന്ത്ര്യം പ്രാപിക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ കരം നമ്മുടെ നടുവിൽ വെളിപ്പെടുന്നതിനെ ഓർത്ത് നമ്മളതിന്റെ 20-ാം വാക്യം പറയുക, സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം. അപ്പൊ സ്വാതന്ത്ര്യം ഇതുവരെ വന്നില്ല, ഇതുവരെ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടില്ല. ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയിന്നാ പറഞ്ഞു, അവരപ്പുറത്ത് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്നാൽ സ്വതന്ത്രം നമ്മുടെ സ്വാതന്ത്ര്യം എപ്പോഴാണ് വരുന്നതെന്ന് അറിയാമോ? നമ്മൾ തേജസ്സുള്ള ശരീരം പ്രാപിച്ച് നമ്മൾ അക്കരെ നാട് പ്രവേശിക്കുമ്പോഴാണ് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ കഷ്ടം സഹിക്കുന്നവരായി നമുക്ക് തീരാം. ഈ വചനങ്ങളെ സ്വർഗം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ തിരുകൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ഇന്ന് പകൽ നേരം ഈ അനുഗ്രഹിക്കും